ദൈവത്തിന് സ്തുതി. സന്നിഹിതരായിട്ടുള്ള എല്ലാ വാത്സല്യ സഹോദരി സഹോദരന്മാരെയും വിശിഷ്യ കർത്തൃദാസന്മാരെയും ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ കൂട്ടായ്മയിൽ പുതുതായി ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ വിശേഷാൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നാം ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നൊരു വിഷയവുമായി മുൻപോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ആ വിഷയം പറഞ്ഞ് മുൻപോട്ട് പോകാനായി പരിശ്രമിക്കുമ്പോൾ ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായവും 3-ാം അധ്യായവും നമ്മൾ തുറക്കാറുണ്ട്. അത് എപ്പോഴൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടോ ആ സമയത്തെല്ലാം ഈ 2 അധ്യായത്തിൻ്റെ സാമ്യവും അന്തരമൊക്കെ ഇങ്ങനെ പറഞ്ഞാണ് നമ്മൾ മുഖവുരയിൽ മുൻപോട്ട് പോയത്. എന്നാൽ അത് ധാരാളം നിങ്ങൾ കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ദൈവവചനം ധ്യാനിച്ച് മുൻപോട്ട് വരുമ്പോൾ മലയാളക്കരയിലെ വ്യവസ്ഥാപിത പെന്തിക്കോസ്ത് സമൂഹത്തിൻ്റെ നടുവിലെ വളരെ പ്രശസ്തനും പ്രസിദ്ധനുമായ ഒരു ശുശ്രൂഷകൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ചില പ്രസംഗങ്ങൾ നമ്മളിവിടെ കേൾപ്പിക്കുകയുണ്ടായി. അങ്ങനെ അത് കേൾപ്പിച്ചിട്ട് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അധികം ഒന്നും പറഞ്ഞില്ലെങ്കിലും ഏറ്റവും ഒടുവിലത്തെ ഒരു സെൻറ്റൻസ് തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തുമെന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിലെ ആ ഉയർത്തുമെന്ന് പറഞ്ഞതും പിന്നെ പൊതുവായ പല കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ അങ്ങനെ സംസാരിച്ചു പോയത്. അത് കൂടുതൽ വിശദമാക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ സമയം ചെലവഴിച്ചത് 1 പത്രോസിൻ്റെ ലേഖനത്തിലാണ്. വിശേഷാൽ അതിൻ്റെ 5-ാം അധ്യായത്തിൽ നിന്നുകൊണ്ടാണ് കുറേ കാര്യങ്ങളെ നമ്മൾ കണ്ടെത്തിയത്. 1 പത്രോസിൻ്റെ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് മുന്നോട്ട് പോയത്. എന്നാൽ അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിൽ നിന്ന് പല കാര്യങ്ങൾ ഇനിയും പറയേണ്ടതുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ആ കാര്യങ്ങളിലേക്ക് തന്നെ നമുക്ക് ഇന്ന് കടന്നു പോകാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശ്വാസത്യാഗികളായ ശുശ്രൂഷകരെ കൊണ്ട് അല്ലെങ്കിൽ പ്രസംഗികളെ കൊണ്ട് മലയാളക്കര നിറഞ്ഞിരിക്കുന്നു എന്ന ഒരു കാര്യം കണ്ടപ്പോൾ അതിനെ മുൻനിർത്തിയും ചില കാര്യങ്ങൾ പറയാനിടയായി. വിശ്വാസത്യാഗികളായ ഉപദേശത്തിൽ നിന്നും വചനത്തിൽ നിന്നും ഒക്കെ വഴുതി മാറിയ ഒത്തിരി ആളുകളുടെ ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. വചനത്തിലേക്കൊക്കെ നോക്കിയാൽ നമുക്ക് വചനത്തിൽ നിന്നും കുറേ കാര്യങ്ങളെ കണ്ടെത്താനായിട്ട് കഴിയും. കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയപ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ ആഴ്ച നമ്മൾ വ്യവസ്ഥാപിത പെന്തിക്കോസ്ത് സമൂഹത്തിൻ്റെ നടുവിലുള്ള ശബ്ദം കേൾക്കുമെങ്കിൽ അടുത്ത ആഴ്ച നമ്മൾ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്ത് എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ നടുവിൽ നിന്നും ഈ കാര്യങ്ങളെക്കുറിച്ച് അവരൊക്കെ എന്താണ് പറയുന്നതും പഠിപ്പിക്കുന്നതും അതിലേക്ക് ഈയാമ്പാറ്റ പോലെ ആളുകൾ ഇങ്ങനെ ആർത്തലച്ച് ചെന്ന് കയറുന്നതും ഒക്കെ എന്തായിരിക്കും, എന്തുകൊണ്ടായിരിക്കും ജനം ആകർഷിക്കപ്പെടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതിലേക്ക് കടക്കാനായിട്ട് കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം വിഷയം ബൃഹത്തായതുകൊണ്ടും നമ്മളിതിൽ നിന്ന് കുറേ കാര്യങ്ങളും കൂടെ ചിന്തിക്കുകയും ഗ്രഹിക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ 1 പത്രോസ് 5:12 ഒരു വാക്യത്തിൻ്റെ തുടക്കം നമ്മൾ കണ്ടിരുന്നു. നാം നിൽക്കുന്ന ഈ സത്യകൃപ എന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ വിശദീകരിക്കേണ്ടതുണ്ടെന്നാണ് പറഞ്ഞത്. ഒന്നും വിശദീകരിച്ചില്ല. ദൈവം അനുവദിച്ചാൽ നമുക്ക് ഇന്ന് ആ ഭാഗത്തൂടെയൊക്കെ സഞ്ചരിക്കാം. ഈ പറയുന്ന കാര്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരാതെ പോയാൽ ഞാൻ തുറന്നു വെച്ചിരിക്കുന്ന പുസ്തകങ്ങളെന്ന് പറയുന്നത് ഈ 1 പത്രോസിൻ്റെ ലേഖനമുണ്ട്, 1 തിമോത്തിയോസ് 6-ാം അധ്യായമുണ്ട്, പിന്നീട് എബ്രായ ലേഖനം 10-ാം അധ്യായമുണ്ട്, പിന്നെ ലൂക്കോസ് 12 ഉണ്ട്, മത്തായി 6-ാം അധ്യായമുണ്ട്, പിന്നെ ചില സങ്കീർത്തന ഭാഗങ്ങളുണ്ട്, പിന്നെ ചില ചെറിയ പ്രവാചകന്മാരുടെ ശബ്ദങ്ങളൊക്കെ ഒന്ന് ശ്രവിക്കേണ്ടതുണ്ട്. വലിയ പ്രവാചകന്മാരെ നമുക്ക് വേണേൽ നോക്കാം. അപ്പം ചെറിയ പ്രവാചകന്മാരൊക്കെ എന്തൊക്കെയാണ് പറയുന്നതെന്നും കൂടെ ഒന്ന്, അതായത് മൈനർ പ്രോഫറ്റ്സ് അവരൊക്കെ എന്താ പറയുന്നതെന്നും ഒന്ന് നോക്കി മുൻപോട്ട് പോകാം. അതിലെവിടം വരെ നമുക്ക് പോകാൻ പറ്റുന്നോ അവിടെ നിർത്തും, ബാക്കി പിന്നത്തേതിൽ എന്നുള്ള നിലയിൽ വയ്ക്കും. അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു പൊതുരീതി. സാധാരണ മീറ്റിങ്ങുകളിൽ പ്രസംഗികൾ ഒരു വിഷയം തുടങ്ങി അത് അവിടെ 1 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിച്ച് അടുത്ത ആഴ്ച വീണ്ടും വരുമ്പോൾ വേറൊരു വിഷയമായിട്ട് വരും. നമ്മൾ അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് തീരുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ഒരു പൊതുരീതി. അപ്പോൾ അത് പൂർത്തീകരിക്കണം നമുക്ക്, എങ്കിലാണല്ലോ കാര്യങ്ങൾ ശരിയാകുകയുള്ളൂ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു പോയ കൂട്ടത്തിൽ പറഞ്ഞു, ആ ശുശ്രൂഷകൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മാത്രം സ്വന്തമല്ല, ഇത്
മലയാളക്കരയിലെ 90% വിശ്വാസികളും ശുശ്രൂഷകന്മാരും ഒരുപോലെ പറയുന്ന കാര്യങ്ങളാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാലും നമ്മുടെ മെസ്സേജ് കഴിഞ്ഞതിന് ശേഷം അത് യൂട്യൂബിലൊക്കെ കേട്ട പല പ്രിയപ്പെട്ടവർ എന്നെ വിളിക്കാനിടയായി. അപ്പോൾ ആ വിളിച്ചതിൽ നിന്ന്, സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പല ആൾക്കാർക്കും ആ ശബ്ദത്തിനുടമയായ ആ ശുശ്രൂഷകനോട് താല്പര്യക്കുറവുണ്ട്. അപ്പോൾ ആ താല്പര്യക്കുറവാണ് അവർ സംസാരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് അങ്ങനെ താല്പര്യക്കുറവിൻ്റെ വിഷയം ഉദിക്കുന്നില്ല. ഞാൻ താല്പര്യക്കുറവ് കൊണ്ടൊന്നും പറഞ്ഞതല്ല അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ മുൻനിർത്തി. അദ്ദേഹം ഉയർത്തുന്ന ഒരു ആശയമുണ്ട്. ആ ആശയം ഇന്നിൻ്റെ പെന്തിക്കോസിൻ്റെ ആശയമാണ്. അപ്പോൾ അദ്ദേഹത്തോട് താല്പര്യക്കുറവുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ 90%നോടും അപ്പോൾ താല്പര്യക്കുറവ് വരേണ്ടി വരും. ഈ മെജോറിറ്റി ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത്. മെജോറിറ്റിയും ഒരു മൈനോറിറ്റി, ഒരു ചെറിയ ശതമാനം, ഒരു ശേഷിപ്പ് ഈ സത്യവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പളിനെ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നവരുള്ളൂ. അവർ വളരെ കർശനമായി, കർക്കശ്യമായി ഉയരത്തിലുള്ളത് മാത്രം ചിന്തിക്കുന്നവരാണ്. ഈ ബാക്കിയുള്ള ഭൂരിപക്ഷം അവർ പറയുന്നത് ഇവർക്ക് എന്തോ പ്രോബ്ലമുണ്ട്, എന്തോ ചെറിയ ഒരു തകരാറുണ്ടെന്നുള്ളതാണ് ഈ ഭൂരിപക്ഷക്കാർ പറയുന്നത്. കാരണം തകരാറിൻ്റെ ലക്ഷണം എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഈ ഭൂമി ജീവിക്കുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിൽ അല്ലേലിയുണ്ട്, ഞങ്ങളുടെ കയ്യിൽ സ്വോത്രമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ എല്ലാ ഇടപാടുമുണ്ട്, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഉപവാസ പ്രാർത്ഥനയുണ്ട്, ഞങ്ങളുടെ ഇടയിൽ പാസ്റ്റർമാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, അവരുണ്ട്, ഇവരുണ്ട്, പലരുണ്ട്, ഞങ്ങളൊക്കെ സ്മൂത്തായിട്ട് ജീവിക്കുന്നു. ഞങ്ങളങ്ങനെ ഉയരത്തിലുള്ളതും ഭൂമിയിലുള്ളതും അത് അതിൻ്റെ നിലയിൽ പരിജ്ഞാനത്തിൽ ബാലൻസ് ചെയ്തു പോകുന്നവരാ. ഈ മരമണ്ടന്മാർ ഉയരത്തിലുള്ളതെന്ന് പറഞ്ഞ് മാത്രം പോകുന്നവരാണ്. ഏത് ഞാൻ പറഞ്ഞ ശേഷിപ്പുകളെ, ആ മൈനോറിറ്റികൾ. അതുകൊണ്ട് ഈ ഭൂരിപക്ഷത്തിന് ഈ ഇങ്ങനെ പറയുന്ന ആളുകളോട് ഒരു ചെറിയ താല്പര്യക്കുറവുണ്ട്. എനിവേ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഭൂരിപക്ഷം ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് ആ ദൈവദാസനോട് നമുക്കങ്ങനെ വിശേഷിച്ചൊരു താല്പര്യമോ അങ്ങനത്തെ വിഷയമൊന്നും ഉദിക്കുന്നില്ല പ്രിയരെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആ ശബ്ദം കേട്ടുകൊണ്ടിരുന്നപ്പോൾ കണ്ണൊക്കെ അടച്ചിരിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുക പോലും വേണ്ട. നമുക്ക് പെന്തിക്കോസിൻ്റെ നടുവിൽ നിന്ന് ഒരു ശബ്ദം വേണം. അത് ചുമ്മാ ഒരു ശബ്ദമൊന്നും പോരാ, ഇത്തിരി പ്രശസ്തൻ്റെ തന്നെ ശബ്ദം വേണം. എങ്കിലാണ് അതിനൊരു മറ്റേ ആ പുള്ളി പറഞ്ഞ പോലെ ഒരു ഗുമ്മുണ്ടാവുള്ളൂ. ചുമ്മാ ഒരു ഉപദേശി പറഞ്ഞാൽ അതൊന്നും ജനം കാര്യമായിട്ടെടുക്കില്ല. അപ്പം കനമുള്ള ഉപദേശിമാർ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കണം. എന്നിട്ട് നമുക്ക് പുസ്തകം തുറന്ന് കാര്യങ്ങളെ വിശകലനം ചെയ്യണം. പൗലോസ് പറഞ്ഞ പോലെ നമ്മുടെ മേലും പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നമുക്ക് കാര്യങ്ങളെ വിവേചിക്കാം. ഇനി ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തന്നെ ചില സഹോദരങ്ങൾക്കൊരു സന്ദേഹമുണ്ട്. എന്തുമാത്രം പ്രതിസന്ധികളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നത്. ചോർന്നൊലിക്കുന്ന വീടിൻ്റെ വിഷയങ്ങളുണ്ട്, കീറിയ തുണിയുടെ വിഷയങ്ങളുണ്ട്, കിടപ്പാടത്തിൻ്റെ വിഷയങ്ങളുണ്ട്, പിന്നെ അങ്ങനെ പല തൊഴിൽ മേഖലകളുടെ പ്രശ്നങ്ങളുണ്ട്, രോഗത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും അഡ്രസ്സ് ചെയ്യാതെ നിങ്ങളിങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത കാര്യങ്ങൾ മാത്രം എല്ലാ ആഴ്ചയിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരാശ്വാസത്തിൻ്റെ മേഖലകൾ നിങ്ങളുടെ ശുശ്രൂഷയിൽ വെളിപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. വാസ്തവമാണ്. ശരിക്കും ആശ്വാസകരമായ കാര്യങ്ങളൊക്കെ വെളിപ്പെടേണ്ടതാണ്. അതിനുള്ള വാക്കുകളും അതിന് വേണ്ടുന്ന പദസഞ്ചയങ്ങൾ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. പക്ഷെ ഞാൻ അങ്ങനെ അധികം വൈകാരികമായി ഒന്നും പറയാറില്ല. അങ്ങനെ ഇളക്കാനും മറിക്കാനും പാകത്തിനൊന്നും അങ്ങനെ പറയാറില്ല. അതായത് സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചയാകട്ടെ ഈ ആഴ്ചയാകട്ടെ ഇപ്പം നമ്മളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പലതരം പ്രതിസന്ധികളിലൂടെ പോകുന്നവരുണ്ട്. അതായത് കൊടുങ്കാറ്റടിക്കുന്ന ജീവിതങ്ങൾ. അവരെല്ലാമാണ് കഴിഞ്ഞ ആഴ്ച ഇരുന്ന് അതൊക്കെ കേട്ടത്. ഈ ആഴ്ചയും കേൾക്കുന്നുണ്ട്. അപ്പോൾ ചിലരോർക്കും പാസ്റ്റർ എൻ്റെ കാര്യമായിരിക്കും പറഞ്ഞു തന്നെ. നോ, നിങ്ങളുടെ കാര്യമല്ല. നിങ്ങളിൽ പലരുടെയും കാര്യങ്ങൾ എനിക്കറിയാം. നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ള മനുഷ്യരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പോൾ അത് വെച്ചിട്ട് പാസ്റ്റർ ഇപ്പോൾ പറഞ്ഞ എൻ്റെ കാര്യമാണോ എന്ന് എങ്ങാനും സന്ദേഹിച്ചു കഴിഞ്ഞാൽ അതാ ഞാൻ നോ എന്ന് പറഞ്ഞത്. നിങ്ങളുടെ കാര്യമല്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളിൽ ചിലർ കൊടുങ്കാറ്റിലൂടെ കടന്നു പോകുന്നവരുണ്ട്. നിങ്ങൾ വെറും കാറ്റിലൂടെ കടന്നു പോകുന്നവരാ. നിങ്ങൾ ചുമ്മാ അങ്ങനെ കോളർ പിടിച്ചിട്ടിട്ട് കൊടുങ്കാറ്റുകാരുടെ കൂട്ടത്തിൽ കൂടാൻ ശ്രമിക്കരുത്. ചെറിയ കാറ്റടിക്കുന്നേ ഉള്ളൂ, ചെറിയ കാറ്റുകൾ. മന്ദമാരുതനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചെറിയ കാറ്റുകൾ അടിക്കുന്നുണ്ട്, വാസ്തവം തന്നെ. പക്ഷേ കൊടുങ്കാറ്റിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന മനുഷ്യരും നമ്മെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെന്തുകൊണ്ട് കുലുങ്ങുന്നില്ലെന്നൊക്കെ ചോദിച്ചാൽ കുലുങ്ങത്തില്ലെന്നേ. അതുപോലൊരു നല്ല അടിസ്ഥാനമായിട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, അവരുടെ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുന്ന പ്രത്യാശ എന്ന് പറയുന്നത് ജീവനുള്ള പ്രത്യാശയാണ്.
ജീവനുള്ള പ്രത്യാശ. കൊടുങ്കാറ്റടിക്കുമ്പോൾ അങ്ങ് തകർന്നു പോകുന്നൊന്നുമല്ല, കൊടുങ്കാറ്റുകൾ അടിക്കും, ഈശാനമൂലനൊക്കെ അടിക്കും. അതൊന്നും വിഷയമല്ല. പടക് തകരുമാറ്, മുങ്ങുമാറ് എന്നൊക്കെ തോന്നുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊന്നും മുങ്ങാനുള്ള പടകല്ലിത്. എന്താ പൗലോസിനോട് കർത്താവ് പറഞ്ഞത്? നീ എന്നെക്കുറിച്ച് കൈസറിൻ്റെ മുമ്പിൽ സാക്ഷ്യം പറയേണ്ടവനാന്ന. അപ്പോസ്തല പ്രവൃത്തി 27-28. ഇപ്പോൾ അതൊന്നും പഠിക്കാൻ ആരും പോയേക്കരുത്. ആ 2 അധ്യായത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതായത് നീ എന്നെക്കുറിച്ച് ഇവിടെ സാക്ഷിച്ചതുപോലെ റോമയിലും കൈസറുടെ മുമ്പിൽ നിന്ന് സാക്ഷിക്കേണ്ടതാ. പക്ഷേ ഇപ്പോൾ നടുക്കടലിൽ മെഡിറ്ററേനിയൻ സീയിൽ നിന്ന് മുന്നോട്ട് നീങ്ങി ഏതാണ്ട് ഈജിയൻ കടലിലേക്ക് കടന്നു. ആ ഭാഗത്ത് വെച്ച് അടിക്കുകയാണ്, ഈശാനമൂലനെ അടിക്കുകയാണ്. പിന്നെ അടിച്ചടിച്ച് അവസാനം ചില പ്രവാചകന്മാരൊക്കെ പറയും ഈ കൊടുങ്കാറ്റൊക്കെ ശാന്തമാകും, ഇതൊക്കെ അവസാനിക്കും, നമ്മുടെ കപ്പൽ നല്ല രീതിയിൽ പോകുന്നൊക്കെ ചിലർ പറയും. അത് പറഞ്ഞപ്പോഴൊരു ഒരു കാര്യം ഇടയ്ക്ക് ഒന്ന് ഓർമ്മിപ്പിക്കാം, എന്നിട്ട് മടങ്ങിപ്പോയില്ല എന്നെ ഒന്ന് തിരിച്ചു പറഞ്ഞു വിട്ടേക്കണം കേട്ടോ. അതായത് ഈ ശരിയായ സത്യവചനം ഒന്നും പറയാതെ ഈ വ്യാജങ്ങളും ഉയർത്തും മാനിക്കും ഇതാണെന്നൊക്കെ പറഞ്ഞ ആളുകളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിൻ്റെ പെന്തിക്കോസ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടയിൽ കടന്നു വരുന്ന ഒരു ദൈവദാസൻ്റെ പെങ്ങളുടെ ഭർത്താവ് മരിച്ചുപോയി. അതായത് ഒരു 3-4 ദിവസം പോലും ആയിട്ടില്ല, 2-3 ദിവസം കഴിഞ്ഞു പോയിട്ടേ ഉള്ളൂ. അവരൊരു ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നവരൊന്നും അല്ലാത്തൊരു പശ്ചാത്തലത്തിലാണ് അവർ ജനിച്ചു വളർന്നത്. ഒരു 3-4 വർഷം മുമ്പ് വിശ്വാസ വഴിയിലേക്ക് കടന്നു വന്നു. പ്രായമുള്ളവരാണ്, അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ട്. കടന്നു വന്ന കാലം മുതൽ ഇങ്ങനെ മട്ടിലുള്ള പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മട്ടിലുള്ള പ്രസംഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രസംഗമുണ്ട്. ഇങ്ങനെ എങ്ങും തൊടാത്ത പ്രസംഗങ്ങൾ ഇങ്ങനെ കേട്ട് അവിടെ അത്യാവശ്യം ദാവീദ് വരും, വേണമെങ്കിൽ ഗോലിയാത്ത് വരും, അത്യാവശ്യം പിന്നെ എസ്തേർ ഹാമാനൊക്കെ വരും. അങ്ങനെ വരാവുന്നവരെല്ലാം വന്ന് 1 മണിയാകുമ്പോൾ വീട്ടിൽ പോകുന്ന ആ ഒരു രീതിയിൽ ഈ സാധുക്കളായ മനുഷ്യർ മറ്റൊരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നതാണെന്ന് ഓർക്കണം. നല്ല അടിസ്ഥാനമിട്ട് ഉറപ്പിച്ച് അതിന് മുകളിലേക്ക് പണിയേണ്ട പണികളുണ്ട്. അന്നേരമാണ് ആ പാസ്റ്ററെ സംബന്ധിച്ച് 150 ആൾക്കാരുണ്ട്. ഈ സാമിട്ടി പോയാലും മതി. കാരണം ഏറിയ പങ്ക് ഇരിക്കുന്നതും ആൾതാമസം കുറവുള്ളവരാ. ഈ ഇരിക്കുന്ന ഈ 150 അങ്ങനെ പറയാൻ പറ്റുമോ? എൻ്റെ പൊന്നെ, ആ കൂട്ടത്തിൽ ഇരിക്കുന്ന ചില പുള്ളികൾ ഇവിടെ ഇരിപ്പുണ്ട്, അവർ ഗോപിക്കുമെന്തോ. വലിയ ആൾതാമസമൊന്നുമില്ല. ആൾതാമസം ഉണ്ടെങ്കിൽ വല്ലപ്പോഴും പാസ്റ്റർ വീട്ടിൽ വരുമ്പോൾ നല്ല ചായയൊക്കെ കൊടുത്തിട്ട് പാസ്റ്റർ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ പ്രസംഗത്തിലെ ആ വിഷയം അത് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ കെട്ടിയവനും കൂടി ചോദിക്കാവുന്നതാണ്. പക്ഷെ ഒരക്ഷരം മിണ്ടില്ല. ഈ പഞ്ചസാരയിട്ട് കലക്കി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. പുള്ളി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. അവസാനം നമുക്കൊരു വാക്ക് സ്വോത്രം ചെയ്യോ എന്ന് പറഞ്ഞ് സ്വോത്രം ചെയ്ത് പുള്ളിയുടെ വഴിക്കും പോകും. എനിവേ, ഈ സഹോദരൻ മരിച്ചുപോയി. ഒരു 5-8 പ്രവാചകന്മാരെങ്കിലും ഇതിനിടയിൽ ഈ മെഡിക്കൽ കോളേജും ഈ മറ്റേ കോളേജും ഒക്കെ ആയിട്ടുള്ള ഈ സമയങ്ങളിലൊക്കെ കടന്നു വന്ന ആ സഹോദരിയോട് പറഞ്ഞായിരുന്നു, ഒന്നും സംഭവിക്കില്ല, സമ്പൂർണ്ണ വിടുതലായിരിക്കും, ഈ ഓപ്പറേഷനും ശേഷമുള്ള കാര്യങ്ങളെന്നൊക്കെ. ആ സഹോദരി കടന്ന വിശ്വാസത്തിൻ്റെ ഉടമയാണ്. കടന്ന വിശ്വാസത്തിൻ്റെ, അതായത് വിശ്വാസം എന്താ? ഈ ദൈവം സത്യദൈവം, അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആ ദൈവത്തിന് കഴിയാത്തൊരു കാര്യവുമില്ല. അവൻ്റെ ദാസന്മാരാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെ? ഏത് ദാസന്മാർ? ഇത് വേഷം മാത്രമേ ഉള്ളൂ, കറുത്ത പാൻറ്റ് മാത്രമേ ഉള്ളൂ, വെളുത്ത കുപ്പായേ ഉള്ളൂ. അതുകൊണ്ട് ദാസന്മാരാകുമോ? അവർ ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ നിന്നൊന്നുമല്ല വന്ന് പറഞ്ഞത്. ആലോചനാ സഭയിൽ നിന്നാണ് വന്ന് പറഞ്ഞതെങ്കിൽ അതിൻ്റെ പരിജ്ഞാനത്തിൽ അതിൻ്റെ മട്ടത്തിന് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അല്ല ഈ ആശുപത്രി കിടക്കയിലാണോ ഗലാത്യ ലേഖനം പഠിപ്പിക്കുന്നത്? ഈ കഴിഞ്ഞ 3-4 വർഷങ്ങളുണ്ടായിരുന്നല്ലോ, ലേഖനങ്ങളൊക്കെ പഠിപ്പിക്കാൻ മേലായിരുന്നു, കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ മേലായിരുന്നു. ക്രിസ്തീയ പ്രത്യാശ എന്താണെന്നുള്ളത്. ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം കൂടിയാണ് പ്രത്യാശ, ക്രിസ്തീയ പ്രത്യാശ. ക്രിസ്തീയ പ്രത്യാശയെക്കുറിച്ച് പുസ്തകത്തിൽ ധാരാളം കാര്യങ്ങളുണ്ടല്ലോ. വിശുദ്ധന്മാർ പറയുന്നത് എന്താണെന്ന്? മരിക്കുന്നത് എനിക്ക് ലാഭമാണ്. അതാണ് വിശുദ്ധന്മാരുടെ സ്വരം. അങ്ങനെ മരണത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചും ഒക്കെ അനവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. അനവധി കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞു കൊടുത്ത് നാളുകളെ എണ്ണുവാൻ അഭ്യസിപ്പിക്കണ്ടായിരുന്നോ? വേണ്ടായിരുന്നോ? മെഡിക്കൽ കോളേജിൽ ചെന്നിട്ടാണോ ദൂതും പിന്നെ സെമിനാറും ബൈബിൾ ക്ലാസ്സും ഒക്കെ മെഡിക്കൽ കോളേജിൽ ഇരുന്നാണോ? അതിനാ സമയം തന്നിരിക്കുന്നത്.
അതിനാണ് ഈ കോട്ടേജ് മീറ്റിംഗ്, അതിനാണ് ഈ ഉപവാസ പ്രാർത്ഥന, അതിനാണ് ഉണർവ് യോഗം, അതിനാണ് പിന്നെ നിങ്ങൾ എന്താ പറയുന്നത് ജനറൽ കൺവെൻഷനോ എന്നെങ്കിലും ആകട്ടെ. ഇതൊക്കെ എന്തിനു തന്നിരിക്കുന്ന? നല്ല അടിസ്ഥാനം ഇടാൻ വേണ്ടി തന്നിരിക്കുന്ന. അപ്പോൾ ആ അടിസ്ഥാനം ഇട്ട് ആളുകളെ ഉറപ്പിച്ചു നിർത്തണം. കൊടുങ്കാറ്റടിച്ചോട്ടെ, ഒരു 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 അശേഷം കൊടുങ്കാറ്റടിച്ചാലും അശേഷം കുലുങ്ങാതെ അവർ വീറോടെ നിൽക്കും. കാരണം അവരുടെ പശ്ചാത്തലത്തിൽ ബന്ധുക്കൾ, സ്വന്തക്കാർ ഒക്കെ വേറൊരു പശ്ചാത്തലത്തിലുള്ളവരല്ലേ. അവരുടെ മുമ്പിൽ ഇവർ ധീരതയോടെ നിൽക്കുമ്പോൾ അവർ പോലും ചിന്തിക്കും, ഇത് എന്തോ കൊള്ള കണ്ടു കിട്ടിയ കേസാ, ഒരിറ്റ് കുലുങ്ങുന്നുണ്ടോ നോക്കി, അയ്യോ ഇനി ശേഷിച്ച കാലം സഹോദരി എങ്ങനെ മുൻപോട്ട് പോകും? കുട്ടികൾ പോലുമില്ല. അപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും, ഏതൊക്കെയായിരിക്കും ലോകക്കാർ, വിശേഷാൽ ജാതികൾ അവരെണ്ണിപ്പറക്കി തുടങ്ങും, അല്ലെങ്കിൽ അവർ ചിന്തിച്ചു തുടങ്ങും. പക്ഷെ ഇവിടെ ഒരു ചിന്താകുലവും ഇല്ലാതെ, ചിന്താകുലമൊക്കെ അവൻ്റെ മേൽ ഇട്ടിരിക്കുകയല്ലേ, ചിന്താകുലമൊക്കെ അവൻ്റെ മേൽ ഇട്ടിരിക്കുക. പിന്നെ ഭർത്താവ് നേരത്തെ പോയി, ആദ്യം വന്ന വണ്ടിയിൽ ഭർത്താവ് കയറി, അദ്ദേഹം പോയി. എങ്ങോട്ടാണ് പോയത്? സ്വഭവനത്തിലേക്ക്, വിശ്രമത്തിലേക്ക്, അല്ലലും അലച്ചലിലേക്കും അല്ല പോയത്. ഇനി കാക്കേനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, കാക്കേനെ കൈകൊട്ടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം ടാറ്റ പറഞ്ഞു പോയത് സ്വർഗദൂതന്മാരുടെ അകമ്പടിയിലാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുക കേട്ടോ, അതെൻ്റെ വിശ്വാസമാണ്. അദ്ദേഹം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിന്നതാണ്. പക്ഷെ അവരെ പഠിപ്പിക്കേണ്ടവർ വിശ്വസ്തരല്ലായിരുന്നത് കൊണ്ട് എന്ന് തീർത്ത് പറയാൻ പറ്റുമോ? ചെറിയ തോതിലൊക്കെ നമുക്ക് പറയാം, വേണ്ടും വണ്ണമൊന്നും കാര്യങ്ങളെ ധരിപ്പിച്ചില്ല, ഗ്രഹിപ്പിച്ചില്ലെന്ന്. ഓക്കെ, അപ്പം ഞാൻ ആ ഒരു കാര്യം അങ്ങ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ സഹോദരങ്ങളെ. അത് പറഞ്ഞാൽ ആ വഴിക്ക് അങ്ങ് പോവും. ഇത്രയേ ഉള്ളൂ. കിട്ടിയ സമയങ്ങൾ നല്ല അടിസ്ഥാനങ്ങൾ ഇടാനും, അടിസ്ഥാനങ്ങൾ അല്ലല്ലോ, അടിസ്ഥാനം ബഹുവചനമല്ല ഏകവചനമാണ്, നല്ല അടിസ്ഥാനം ഇടാനും അതിന് മുകളിലേക്ക് പണിയാനും ഒന്നും ഈ കാലഘട്ടത്തിൽ ശ്രമിക്കുന്നില്ല എന്ന ഒരു കുറവാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനിടയിൽ ഈ കൊടുങ്കാറ്റടിക്കുമ്പോഴും, പലരുടെയും ജീവിതത്തിൽ കാറ്റടിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെയൊക്കെ നടുവിൽ നമ്മൾ പരിശ്രമിക്കുന്നത് എന്താ? അടിസ്ഥാനം ഇടാനാ. പെട്ടെന്നൊരു വാക്യം ഓർമ്മ വരുന്നു, 1 തിമോത്തിയോസിൻ്റെ ലേഖനം അതിൻ്റെ 19 വാക്യം, വേഴ്സ് 19. ചെറിയൊരു വാക്യമാണ്, വളരെ ചെറിയൊരു വാക്യം. ആ വാക്യത്തിൽ പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാനാണ് പറയുന്നത്. ജനത്തോട് ആജ്ഞാപിക്കുക, വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാൻ. നിക്ഷേപം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഹാലിളകരുത് കേട്ടോ. അതായത് അടിസ്ഥാനം നിക്ഷേപിക്കാനാണ് പറഞ്ഞത്, വേറെ ഏതെങ്കിലും ICICI ബാങ്കിൽ നിക്ഷേപിക്കുന്ന കാര്യമല്ല. നമ്മുടെ ഈ പുസ്തകത്തിനകത്ത് ധനം എന്നുള്ള വാക്ക് പല ഭാഗത്ത് കൂട്ടി ചെയ്തിട്ടുണ്ട്. കൃപാധനം എന്നുണ്ട്, മഹിമാധനം എന്നുണ്ട്. അതുകൊണ്ട് നിക്ഷേപമെന്നും ധനം എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരും നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ള ആരും ഇല്ല. എന്നാൽ പിന്നീട് മേലാൽ ആരെങ്കിലുമൊക്കെ കേട്ടാൽ, കഴിഞ്ഞ ആഴ്ച ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ കമൻസിൽ എഴുതി ചോദിച്ചായിരുന്നു, അപ്പോൾ പണമൊന്നും വേണ്ടേന്ന്. എന്നാ പറഞ്ഞാലും അങ്ങ് കയറില്ല, അത്ര തന്നെ. അപ്പോൾ പണമൊന്നും വേണ്ടേന്ന്. ഞാൻ അതിന് ഉത്തരം വഴിയെ പറഞ്ഞു വരാം. അപ്പോൾ ഈ വാക്യത്തിൽ എന്താ കണ്ടത്? അടിസ്ഥാനത്തെക്കുറിച്ചാണ് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്. അടിസ്ഥാനം ഇടണം എന്നുള്ള കാര്യമാണ്. നല്ല സ്ട്രോങ് ഫൗണ്ടേഷന് മുകളിൽ നമുക്ക് എത്ര നില വേണേലും പണിയാം സഹോദരങ്ങളെ. ആഴത്തിൽ കുഴിച്ച് സ്ട്രോങ് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് നമുക്ക് പണിത് പോകാം. യാതൊരു ചഞ്ചലിപ്പിൻ്റെ ആവശ്യമില്ല. അവിടെ കാറ്റടിക്കുകയോ കൊടുങ്കാറ്റടിക്കുകയോ വൻമഴ പെയ്യുകയോ വെള്ളം പൊങ്ങുകയോ ഒക്കെ ചെയ്താലും നോ പ്രോബ്ലം. പാറമേൽ അടിസ്ഥാനമിട്ട വീടുകളൊക്കെ അങ്ങനെ തന്നെ നിൽക്കും. അല്ലാത്തതെല്ലാം തകർന്ന് തരിപ്പണമായി പോകും. നമ്മുടെ കൂടെ ഒരൊറ്റ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുടെ ആരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു തകർച്ച ഉണ്ടാകരുത്. വചനം വ്യക്തമായി പറയുന്നു, വൻമഴ പെയ്യുമെന്ന് തന്നെയാണ്, കാറ്റടിക്കുമെന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? കാറ്റടിക്കും, കാറ്റുകളും കോളുകളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിന് നടുവിലും പിടിച്ചു നിൽക്കണം നമ്മൾ അങ്ങനെ മുൻപോട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഭാഗം വിട്ടിട്ട് മുൻപോട്ട് പോവുകയാണ്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും ആ മെസ്സേജ് വീണ്ടും കേൾപ്പിക്കണോ? സമയം കളയേണ്ടതില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ആ മെസ്സേജ് ഞാൻ ഇങ്ങനെ പറഞ്ഞങ്ങ് പോവാം. അതിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ പ്രോസ്പെരിറ്റിയുടെ ആളുകളാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞോട്ടെ, നോ പ്രോബ്ലം. സമൃദ്ധി ആവശ്യമില്ലാത്ത ആരുമില്ല. ആർക്കാണ് സമൃദ്ധി വേണ്ടാത്തത്? പ്രോസ്പെരിറ്റി വേണ്ട, പോവർട്ടി മതി.
അതായത് ഭൗതിക സമൃദ്ധിയൊന്നും വേണ്ട, ദാരിദ്ര്യം മതി എന്ന് പറയുന്ന ആരെങ്കിലും ലോകത്തിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച ഞാൻ പറയാത്തൊരു കാര്യം ഇന്നങ്ങ് തുടക്കത്തിലേ പറയാം. സമൃദ്ധി വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാനങ്ങനെ ഭൗതിക സമൃദ്ധിക്ക് താല്പര്യമുള്ള ആളല്ല. ഭൗതിക സമൃദ്ധിയോട് വലിയ താല്പര്യമൊന്നുമില്ല. ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കാൻ ദൈവം തന്നിരിക്കുന്ന അവസരം, അതിൽ ചില വിശ്വാസത്തിൻ്റെ മേഖലകളൊക്കെ ഉണ്ട്. അതൊക്കെയായിട്ട് ചേർത്ത് വെച്ചല്ലാതെ അത് പറഞ്ഞ് പൂർത്തീകരിക്കാൻ കഴിയില്ല. ഈ ഭൂമിയിൽ ഞാൻ മാത്രമല്ല ജനിച്ചിട്ടുള്ളൂ, ഇവിടെ ധാരാളം മനുഷ്യർ ജനിച്ചിട്ടുണ്ട്. അതായത് ഈ മനുഷ്യരെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ഞാനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. എനിക്കൊരു ഭാഗ്യം ലഭിച്ച എന്താണെന്ന് ചോദിച്ചാൽ, ആ സൃഷ്ടി എന്നുള്ളതിൽ നിന്ന് ഒരു പടി കൂടെ മുൻപോട്ട് കടന്ന് ദൈവത്തിൻ്റെ കുടുംബത്തിൽ അംഗമാകാൻ സാധിച്ചു. പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ എനിക്ക് വേണ്ടി കാൽവറിയിൽ ബലിയാക്കിയ നിമിത്തം ആ ബലിമരണത്തിൽ വിശ്വസിച്ച് എനിക്ക് ഒരു ദൈവ പൈതലാകുവാൻ അവസരം ലഭിച്ചു, ഒരു ദൈവ പൈതലാകാൻ. അങ്ങനെ ഞാൻ ദൈവ കുടുംബത്തിലെ അംഗമായി തീർന്നു. ഇനി ഞാനുമായി ബന്ധപ്പെട്ട വാക്യങ്ങൾ ഇതിനകത്തുണ്ട്. നിങ്ങളുമായി ബന്ധപ്പെട്ട വാക്യങ്ങളുണ്ടോ എന്ന് നിങ്ങൾ വേണേൽ കണ്ടുപിടിച്ചോണം. ഞാനുമായി ബന്ധപ്പെട്ട വാക്യം അത് ഞാൻ തന്നെ വായിക്കുന്നതാണോ മര്യാദ? അല്ലേ നിങ്ങൾ വായിച്ചോ. എഫേസ് ലേഖനം 3-ാം അധ്യായം, എഫേഷ്യൻസ് ചാപ്റ്റർ 3. എൻ്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലെ വാക്യമാണ്, വായിച്ച് കേൾപ്പിക്കാം. 3-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം, വേഴ്സ് 6, 6-ാം വാക്യം. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്യമായത്. വലിയ പ്രാഗൽഭ്യത്തിലാണ് ഞാനിതൊക്കെ സംസാരിക്കുന്നത്. ഇങ്ങനത്തെ പ്രാഗൽഭ്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ, ടെസ്റ്റ് ചെയ്യണം. ഇവിടെ എഴുതിയിരിക്കുകയാണ്. എന്താ എഴുതിയിരിക്കുന്നത്? അതോ ജാതികൾ എന്നുള്ള സ്ഥാനത്ത് എൻ്റെ പേര് കൂട്ടിച്ചേർത്താൽ മതി. വിജാതീയനായിരുന്ന ഞാൻ, എന്നെക്കുറിച്ചുള്ള വിവരണങ്ങൾ കഴിഞ്ഞ ആഴ്ച തന്നിരുന്നു. കഴുത്തൊടിക്കാൻ വെച്ചതാണ്. ചത്ത നായെപ്പോലെയുള്ള അവസ്ഥയായിരുന്നു. കുലഹീനനായിരുന്നു, ബലഹീനനായിരുന്നു, നികൃഷ്ടമായ സാഹചര്യങ്ങളിലായിരുന്നു. ഇസ്രായേൽ പൗരതയോട് ഒരു ബന്ധമില്ലായിരുന്നു. വാഗ്ദത്തങ്ങളുടെ നിയമങ്ങൾക്ക് ഞാൻ അന്യനായിരുന്നു, തികച്ചും അന്യനായിരുന്നു, ദൂരസ്ഥനായിരുന്നു. പിന്നെ ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടക്കുകയായിരുന്നു. ആത്മീയമായി മരിച്ചു കിടക്കുകയായിരുന്നു. തോന്നിയതുപോലെ ജീവിക്കുകയായിരുന്നു. പാപത്തിൻ്റെ പടുകുഴിയിലായിരുന്നു, നാശകരമായ കുഴിയിലായിരുന്നു. അത് മാത്രമല്ല, കുഴഞ്ഞ ചേറ്റിലായിരുന്നു. നാറ്റം വമിച്ചൊരു ജീവിതമായിരുന്നു. എന്ന് പറഞ്ഞാൽ പാപത്തിനൊരു നാറ്റമുണ്ട്, ഒരു ദുർഗന്ധം. അതാണ് പാട്ടുകാരൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനത്തെ പശ്ചാത്തലത്തിൽ നിന്ന് മഹാകൃപയാൽ, ഇതിൻ്റെ 2-ാം അധ്യായത്തിൽ ആ വാക്കുകളുണ്ട് കേട്ടോ, മഹാകൃപയാൽ കരുണാസമ്പന്നനായ ദൈവം തൻ്റെ മഹാസ്നേഹ നിമിത്തം. ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കാവോ പോലും? ശബ്ദം ക്ലിയറാണോ രതീഷേ? ക്ലിയറാ? ബോംബെ വരെ വരുന്നുണ്ടോ? ഉണ്ട്, തടസ്സങ്ങളൊന്നുമില്ല. കൊങ്കണിൽ മഴ പെയ്യുന്നുണ്ടൊന്നും തടസ്സങ്ങളില്ല. ഓക്കെ, അപ്പം ഞാൻ ഈ പറയുന്നതൊക്കെ അങ്ങ് വരെ എത്തുന്നുണ്ട്. അമേരിക്ക വരെ എത്തുമെന്ന് സംശയമാണ്. 7 കടലിനക്കരയല്ലേ, 7 കടലിനക്കരെ. എന്നാലും ശ്രമിക്കാം, ദൈവകൃപയിൽ ആശ്രയിച്ച് അമേരിക്ക വരെ എത്തിക്കാൻ പറ്റുമെന്ന്. അതിനുള്ള അഭിഷേകം നമ്മുടെ മേൽ പകർന്നിട്ടുണ്ടല്ലോ. അപ്പോൾ 2-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. അവൻ്റെ മഹാകൃപ നിമിത്തം, മഹാസ്നേഹനിമിത്തം, പിന്നെ എന്താ, കരുണാസമ്പന്നനായ ദൈവം ഉദ്ധരിച്ച് ഇന്ന് എൻ്റെ പൊസിഷനാണ് വായിക്കുന്നത്. എന്താ പൊസിഷൻ? അവിടെ എന്താ വായിക്കുന്നത്? ഇന്നത്തെ പൊസിഷൻ, സുവിശേഷ നിമിത്തം ക്രിസ്തുയേശുവിൽ കൂട്ടവകാശത്തിന് എന്നെ വിളിച്ചിരിക്കുകയാണ്. സുവിശേഷ നിമിത്തം വീണ്ടും ജനിച്ചു, ദൈവകുടുംബത്തിലെ അംഗമായി. ക്രിസ്തു എൻ്റെ മൂത്ത സഹോദരൻ, അല്ലെങ്കിൽ ക്രിസ്തു ദൈവകുടുംബത്തിലെ ആദ്യജാതൻ. പിന്നീട് പിറക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. എന്നോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, കൂട്ടവകാശിയാണ് ഞാൻ. പിന്നെ ഇനി എന്നാ കുഴപ്പം? ഏക ശരീരസ്ഥരും, തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് ഞാൻ അനുരൂപനായി തീരുവാൻ തക്കവണ്ണം ഏക ശരീരസ്ഥരാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ സകല വാഗ്ദത്തങ്ങൾക്കും പങ്കാളിത്തം എൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുകയാണ്. സകല വാഗ്ദത്തങ്ങൾക്കും. ഞാൻ ദത്തെടുക്കപ്പെട്ട ദത്തുപുത്രനാണ്. ദത്തിൻ്റെ നിയമാവലികളുണ്ട്. ദത്തെടുക്കണമെങ്കിൽ ദത്തെടുക്കുന്ന വ്യക്തിക്ക് തനിക്കുള്ളതെല്ലാം എഴുതി കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട് ദത്തുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെ കൃപയാൽ ദൈവകുടുംബത്തിൽ തൻ്റെ പുത്രൻ നിമിത്തം
കൃപയാൽ ദൈവകുടുംബത്തിൽ തൻ്റെ പുത്രൻ മുഖാന്തരം ദത്തെടുക്കപ്പെട്ട അവസ്ഥയാണ്. ആ ദത്തെടുക്കപ്പെട്ട അവസ്ഥയിൽ ഈ വായിച്ചതുപോലെ കൂട്ടവകാശികളാണെന്നേ, കൂട്ടവകാശികളാ. ഏതിനൊക്കെയാ? സകലത്തിനും കൂട്ടവകാശിയാ. ഞാനിരുന്ന് മൂങ്ങിക്കഴിഞ്ഞാൽ അടിച്ച് എൻ്റെ 32 കൊല്ലും. ഇന്ന് 32 ഇല്ലെന്നാ തോന്നണേ. ഉള്ളത് എത്രയോ അത് താഴെ കളയും സ്വർഗദൂതന്മാർ. ദൂതന്മാരും കൂടെ കുനിഞ്ഞു നോക്കുക എനിക്ക് വന്നിരിക്കുന്ന സൗഭാഗ്യം ഓർത്തിട്ട്. അങ്ങനെ എഴുതിയിരിക്കുന്നത്. പിന്നെ പത്രോസ് അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ദൂതന്മാരും കൂടെ കുനിഞ്ഞു നോക്കുകയാണെന്ന്. ഇത് എന്താ സംഭവിക്കാൻ പോകുന്നത്? രണ്ടും പറ്റിച്ചേർന്ന് ഒന്നായിത്തീരുന്ന നിമിഷങ്ങൾ. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ഒന്നായിത്തീരുന്ന അവസ്ഥ 1-ാം അധ്യായത്തിലുണ്ട് എഫേസ്യ ലേഖനത്തിൽ. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒക്കെ ഒന്നായിത്തീരുന്ന അവസ്ഥ. സകലത്തിൻ്റെയും അധികാരി, പുതിയ നിയമത്തിൻ്റെ രാജാവ്, പുതിയ നിയമത്തിൻ്റെ പുരോഹിതൻ, എന്തെല്ലാം നിലയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത്. ഈ പുതിയ നിയമ കാലഘട്ടത്തിലെ അത്യുന്നതൻ്റെ നിവാസം അഥവാ ഹോളി ടെമ്പിൾ, വിശുദ്ധ മന്ദിരം, അങ്ങനെയൊക്കെയുള്ള പദവികളിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള പദവികളിലേക്ക് വന്നിരിക്കുന്ന ഞാൻ സമൃദ്ധി വേണ്ടാത്ത ആരാ ഉള്ളതെന്ന് എൻ്റെ പൊന്ന് പിറവങ്കാരൻ ഉപദേശി. വചനങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് സമൃദ്ധിയാണ് ഉദ്ദേശിക്കുന്നത്? എന്ത് സമൃദ്ധിയാ? കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൻ്റെ ഒടുക്കം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്താ? ഫോബ്സ് മാഗസീനെ ചാരി നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. ബൈബിളിൽ നിന്ന് പുറത്തു പോയിട്ട് ഫോബ്സ് മാഗസീനെ ചാരി നിന്ന് നമ്മൾ പല ധനാഢ്യന്മാരായവരുടെയും ഉയർച്ച പ്രാപിച്ചവരുടെയും സമൃദ്ധി പ്രാപിച്ചവരുടെയും ഒക്കെ ലിസ്റ്റ് നോക്കിയപ്പോൾ പിറവൻ സെൻറ്ററിലെ ഒരു കുഞ്ഞാട് പോലും ഇല്ല. പിറവൻ സെൻറ്ററിൽ മാത്രമല്ല, കുമ്പനാട് സെൻറ്ററിലെ പോലും ഇല്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബാങ്കും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ATM കൗണ്ടറുകളുള്ള നാട് കുമ്പനാടാന്നൊക്കെയാണ് ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലെ പെന്തിക്കോസ്ത് പാണന്മാർ പാടി നടന്നത്. അപ്പം ഞാനും അത്ഭുതപ്പെട്ടു പോയി. അതെന്താണ് പ്രിയരെന്ന് പലരോടും ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഒരു ചെറിയ കുഗ്രാമമായിരുന്നു കുമ്പനാട്. ആ കുമ്പനാട്ടിൽ സുവിശേഷം കടന്നു വന്ന നിമിത്തം ആ കുമ്പനാട്ടുകാരെ എല്ലാം ഒരു കൊടുങ്കാറ്റടിപ്പിച്ച് അമേരിക്കയുടെ മണ്ണിലേക്കും കാനഡയിലേക്കും UK യിലേക്കും അറബിയുടെ സൈഡിലേക്കും ഒക്കെ കൊണ്ടുപോയി. അങ്ങനെ കൊടുങ്കാറ്റിനാൽ ആ ജനമെല്ലാം അവിടെ പോയത് നിമിത്തം അവരിങ്ങോട്ട് അയക്കുന്ന ഡോളറും ദിനാറും ദിർഹവും നിമിത്തം ഇതെല്ലാം അവിടെ ബാങ്കിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ മാതാപിതാക്കൾക്കോ സ്വന്തക്കാർക്കോ വല്ലപ്പോഴും ചെന്ന് അതിൽ നിന്ന് വലിച്ചൂരിയെടുക്കാൻ പാകത്തിന് അവിടെ ഇങ്ങനെ ATM കൗണ്ടറുകൾ പണിതിട്ടിരിക്കുകയാണ്. എന്തായി പറയുന്നത്? ഒരു നാട്ടിൽ സുവിശേഷം വന്നാൽ അവിടെ സമ്പൂർണമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അത് എഴുതി വെച്ച് തരാം. മുക്കുടിയനായൊരു കത്തോലിക്കൻ, മുക്കുടിയൻ എന്നൊക്കെ പറയുമ്പോൾ അവരെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും അങ്ങനെ മുക്കുടിയന്മാരില്ല. കുടിയന്മാരുണ്ട് അവരുടെ ഇടയിലൊക്കെ. കത്തോലിക്കരുടെ ഇടയിലാണ് മുക്കുടിയന്മാരുള്ളത്. പിന്നെ ഭേദപ്പെട്ട കുടിയന്മാർ ഓർത്തഡോക്സിൽ കാണും. പിന്നെ ബാക്കിയുള്ളവരുടെ കൂട്ടത്തിൽ കുടിയന്മാർ കാണും. അപ്പോൾ അങ്ങനെയുള്ള വീടുകളിലേക്ക് സുവിശേഷം കടന്നു ചെല്ലുമ്പോൾ സുവിശേഷം ആ വ്യക്തികളെ രൂപാന്തരപ്പെടുത്തും. അത് വാസ്തവമാണ്. അവരെ രൂപാന്തരപ്പെടുത്തും, അവരെ പുതിയ സൃഷ്ടിയാക്കും. അതൊക്കെ ശരി തന്നെ. അപ്പോൾ തന്നെ അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന രൂപീകരണം ഉണ്ടല്ലോ, സ്വഭാവത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങളല്ലേ. പിന്നെ നടന്നു പോകുമ്പോൾ ബീവറേജൊക്കെ കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗുഡ് ബൈ എന്ന് പറയും. പിന്നെ അവിടെ ക്യൂ ലൈനിൽ പോയി അവൻ നിൽക്കുന്നില്ലല്ലോ. ഒരു ദിവസം എത്ര 500, 300, 800 എത്രയൊക്കെയോ ആണ് അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്. അവിടുത്തെ കാണിക്ക വഞ്ചിയിൽ, ബീവറേജിൽ കാണിക്ക വഞ്ചി കൊണ്ടുപോയി ഈ മണ്ടന്മാർ നിക്ഷേപിക്കുന്നത്. ഒരു കളർ വെള്ളം, ആ കളർ വെള്ളം മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി അടിച്ച് പിന്നെ വീട്ടിൽ ചെന്നിട്ട് കെട്ടിയോളെ കുനിച്ച് നിർത്തി ഇടിക്കുകയും ചെയ്യും. അതാണ് ഈ പുള്ളികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, ചിലർ വളരെ ശാന്തരാണ്, ഒരക്ഷരം മിണ്ടില്ല. പിന്നെ ഇതങ്ങ് അകത്തേക്ക് ചെന്നാൽ സമസ്ത നാഡികളും തളരും. എല്ലാം തളർന്ന് പിന്നെ അങ്ങ് എവിടെയെങ്കിലും പോയി അങ്ങ് കിടക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റ നിമിത്തം ഡെയിലി 500, 1000 ഒക്കെ വെച്ചിട്ട്, അതായത് ഇവിടെ കൊടുത്തുകൊണ്ടിരുന്ന ഈ കാണിക്ക വഞ്ചിയിൽ ഇട്ടുകൊണ്ടിരുന്നത് അവരൊരു ഒരു 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 സേവിങ്സ് എന്ന നിലയിൽ സ്വാഭാവികമാണല്ലോ, പരിജ്ഞാനത്തിലേക്ക് വരികയല്ലേ. അങ്ങനെ സ്വരൂപിക്കുമ്പോൾ അവസ്ഥയ്ക്ക് മാറ്റം വരും. കയ്യിൽ അത്യാവശ്യ സാമ്പത്തികമൊക്കെ വരും. സമൃദ്ധിയുടെ വിഷയമൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്, പരിജ്ഞാനത്തിൻ്റെ വിഷയമാണ്. ഇവന് സുബോധം വന്നു. പിന്നെ പന്നിയുടെ കൂട്ടത്തിൽ കിടന്നതാണല്ലോ, വാളവരെയും കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടന്നതിൽ നിന്ന് അപ്പൻ്റെ വീട്ടിലേക്ക് വന്ന് സുബോധം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ സുബോധം വന്നു, പരിജ്ഞാനം വന്നു, വിവേകം വന്നു എന്ന് വേണ്ട, കൂട്ടിച്ചേർക്കാവുന്നൊക്കെ കൂട്ടിച്ചേർത്തു നിങ്ങൾ. ആ വ്യക്തി
പരിശ്രമശാലിയായി മാറുന്നു, അധ്വാനിക്കുന്നു, തൻ്റെ ഭാര്യയും മക്കളെയും ശ്രദ്ധിക്കുന്നു, കുടുംബകാര്യങ്ങളിൽ ഉത്സുകനായിത്തീരുന്നു. അങ്ങനെ ആ കുടുംബത്തിൽ വലിയ മാറ്റം വരുന്നു. ആ മാറ്റം സ്വാഭാവികം അവരുടെ ആ ഒരു നിലവാരത്തിനൊക്കെ മാറ്റം വരും. കുട്ടികളെ പഠിപ്പിക്കാൻ ആരംഭിച്ചു, കുട്ടികൾ പഠിക്കുന്നു, അവർ ജോലി തേടുന്നു, ചിലപ്പോൾ അവർക്ക് കുറച്ച് ഉന്നതമായ നിലയിലുള്ള ജോലി സാധ്യതകൾ തെളിയുന്നു, കൂടുതൽ സാലറികൾ ലഭിക്കുന്ന രാജ്യങ്ങളിലേക്കൊക്കെ ചിലപ്പോൾ സഞ്ചരിക്കാം. അവിടെ നിന്നൊക്കെ വരുന്ന അവരുടെ അധ്വാനത്തിൻ്റെ ഫലങ്ങളൊക്കെ ചേർത്ത് വെച്ച് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കാം. ഇത് സ്വാഭാവികമല്ലേ ക്രിസ്തീയ മാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ? അതിന് പകരം ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഇങ്ങനെ ATMലേക്ക് ഇട്ടുകൊണ്ടിരിക്കുക, ഇങ്ങനെ താഴേക്ക് ചാടിക്കൊണ്ടിരിക്കുക, അങ്ങനത്തെ പ്രസംഗമൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതെന്താ? അത് മര്യാദയുള്ള പ്രസംഗമാണോ? അതൊക്കെ ആളുകളെ വഞ്ചിക്കുന്ന പ്രസംഗങ്ങളാണ്. ഓക്കെ, സമൃദ്ധി വേണ്ടവരാരൊക്കെയാണെന്ന് ചോദ്യത്തിന് നിങ്ങളെല്ലാം സമൃദ്ധി പിടിച്ചോ, എന്നെ സംബന്ധിച്ച് എനിക്ക് വേണ്ട. എനിക്കൊരു വാക്യമുണ്ട് ഇതിനകത്ത്, വളരെ പ്രിയപ്പെട്ട വാക്യം. ഞാനതെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാം, അതുവരെ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എഫേസ് ലേഖനം 3:6 കാതലായൊരു വിഷയം. ഞാൻ സകലത്തിൻ്റെയും കൂട്ടവകാശിയാണ്, സകല വാഗ്ദത്തങ്ങൾക്കും പങ്കാളിയാണ്. ആ മഹത്വമുള്ള ശരീരത്തിൻ്റെ ഭാഗമായി തീരുവാൻ അസുലഭ ഭാഗ്യം ലഭിച്ച മനുഷ്യൻ. കണ്ണ് തുറന്നു എന്ന ഒറ്റ കാരണത്താൽ, അല്ലെങ്കിൽ എന്തോ ഒരു മനുഷ്യൻ അവിടെ ഇവിടെയൊക്കെ നിന്ന് സുവിശേഷം പറയുന്നത് ഒരു കാലഘട്ടത്തിൽ നമ്മൾ പുറംകാലുകൊണ്ട് തട്ടിക്കളഞ്ഞ കാര്യങ്ങളല്ലേ ഇതെല്ലാം. പിന്നെ ഏതൊക്കെയോ കാലങ്ങളിൽ ആരൊക്കെയോ എവിടെയൊക്കെയോ നിന്ന് പറയുകയോ, അല്ലെങ്കിൽ ചിലരൊരു ട്രാക്റ്റ് ഇങ്ങനെ നീട്ടാൻ ശ്രമിക്കുമ്പോൾ ഒരു നോട്ടമൊക്കെ നോക്കി ആളുകളെ പേടിപ്പിച്ചിട്ട് നമ്മളങ്ങ് പോയിട്ടുണ്ട്. അതൊക്കെ മണ്ടത്തരമാണ് ഇപ്പം ചിന്തിക്കുമ്പോൾ. നേരത്തെ കാലത്തെയൊക്കെ ഈ വഴിയിലേക്ക് വരാമായിരുന്നു, പക്ഷെ വരാനായിട്ട് കഴിഞ്ഞില്ല. അത് നമ്മുടെ ചില ദുശാഠ്യങ്ങൾ നിമിത്തവും പല കാരണങ്ങളാലാണ്. പിന്നെ ആ ദൈവിക ഇടപെടലിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് വന്ന സമയം പാപബോധം ഉളവായി, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെയുള്ള കനത്ത ബോധ്യങ്ങൾ നമ്മെ മാറ്റിമറിച്ച സമയം. സുവിശേഷ നിമിത്തം പിടിക്കപ്പെട്ടു, സുവിശേഷ നിമിത്തം വീണ്ടും ജനിച്ചു, സുവിശേഷ നിമിത്തം അത് പറഞ്ഞപ്പോഴാണ് പത്രോസിൻ്റെ ലേഖനം കൂടെ വായിക്കാതെ പൂർത്തിയാവില്ലല്ലോ. 1 പത്രോസ് 1 അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഞാൻ ഇത്ര നേരം പറഞ്ഞ വാക്കുകൾ എന്താ? സുവിശേഷ നിമിത്തം വീണ്ടും ജനിച്ചിരിക്കുന്നു. അങ്ങനെ സുവിശേഷ നിമിത്തം വീണ്ടും ജനിപ്പിച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇവിടെ പത്രോസ് പറയുകയാണ്. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ, അതായത് വിശ്വാസം മൂലം രക്ഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മോടുള്ള ബന്ധത്തിൽ എഴുതിയിരിക്കുകയാണ്, നാം ദൈവശക്തിയിൽ കാക്കപ്പെടുന്നവരാണ്. അങ്ങനെ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ ഒരു അവകാശം, നല്ലൊരവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്ന നമ്മെ ദൈവശക്തിയിൽ കാത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവശക്തിയിൽ അഥവാ ആത്മശക്തിയിൽ നമ്മെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കവർ ചെയ്തുകൊണ്ട്, അല്ലെ പൊതിഞ്ഞു സൂക്ഷിക്കുകയാണ്. ഇവിടെ ആ വാക്കെന്താണ്? സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും. അപ്പം നമുക്ക് വേണ്ടിയ സമൃദ്ധി, നമുക്ക് വേണ്ടിയതൊക്കെ സ്വർഗത്തിൽ പ്രിസേർവ് ചെയ്ത് വെച്ചിരിക്കുക എന്നാണ് പറയുന്നത്. സ്വർഗത്തിൽ പ്രിസേർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ, ഇവിടെ കിട്ടുന്ന കാര്യങ്ങളെല്ലാം ക്ഷയവും മാലിന്യവും വാട്ടവും കോട്ടവും ഒക്കെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ അത് വാട്ടവും കോട്ടവും എന്നുള്ള കാര്യങ്ങളല്ല. അതൊരു മനുഷ്യൻ്റെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലാത്ത കാര്യങ്ങളാണ്. ബൃഹത്തായ കാര്യങ്ങളാണ്, മഹത്തായ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അല്പം മുമ്പ് ഞാൻ പറഞ്ഞ കൊടുങ്കാറ്റടിക്കുന്നു എന്നൊക്കെ പറഞ്ഞവർ കുലുങ്ങാതെ നിൽക്കുന്നത്. ഈ വചനങ്ങൾ ഉള്ളിൽ കിടക്കുകയാണ്, പാറ പോലെ ഉറച്ചു കിടക്കുക. ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണുന്ന മനുഷ്യർ, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, നുടിനേരത്തേക്കുള്ള കഷ്ടങ്ങൾ തേജസ്സിൻ്റെ നിത്യ ഖനം ഉടിപ്പിക്കാൻ പോവുകയല്ലേ, അല്ലേ? നുടിനേരത്തേക്കുള്ള കഷ്ടങ്ങൾ, അത് നമ്മെ തേജസ്സിൻ്റെ നിത്യ ഖനമാണ് ഉടിപ്പിക്കാൻ പോകുന്നത്, തേജസ്സിൻ്റെ നിത്യ ഖനം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പുസ്തകത്തിൽ പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ,
സമൃദ്ധി വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ കാര്യം പരിഗണിക്കാം. അത് കഴിഞ്ഞിട്ട് പറയുന്നത് പ്രോസ്പെറിറ്റി വേണ്ട, പോവർട്ടി മതി എന്ന് പറയുന്ന ആരെങ്കിലും ലോകത്തുണ്ടോ? ഇതെല്ലാം മണ്ടനാശയങ്ങളാണ്. ആരെങ്കിലും ഞങ്ങൾ ഇന്ന് പോവർട്ടിയെക്കുറിച്ച് പ്രസംഗിക്കാൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമി വന്നിരിക്കുന്നത് സകലമാന നസ്രാണികൾക്ക് പോവർട്ടി തരാനാണ്. അതുകൊണ്ട് എല്ലാവരും വാങ്ങിച്ചോ പിടിച്ചോ എന്ന് ആരെങ്കിലും ലോകത്തിൽ പ്രസംഗിച്ചിട്ടുണ്ടോ? പോവർട്ടി തരാമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ലോകത്തിൽ ഏത് പ്രസംഗനാ, ഏത് അപ്പോസ്തലനാ പോവർട്ടി തരാമെന്ന് പറഞ്ഞത്? ഒരു അപ്പോസ്തലനും പറയാത്ത പ്രസംഗം നമ്മളെന്തിന് പ്രസംഗിക്കണം? നമ്മളതെന്തിന് ഏറ്റുപറയണം? പിന്നെ ഇത്തരം മണ്ടൻ ആശയങ്ങളൊക്കെ ഇവർ എവിടെ നിന്ന് പഠിച്ചുകൊണ്ട് വരുന്നു എന്ന് എനിക്ക് മനസ്സിലാകാത്തത്. നമ്മുടെ കർത്താവും അവൻ്റെ അപ്പോസ്തലന്മാരും പറഞ്ഞ സുവിശേഷം, ആ സുവിശേഷത്തിൻ്റെ പ്രത്യേകത എന്താ? അത് നമുക്ക് നിത്യജീവൻ തരുന്നു എന്നുള്ളതാണ്. നിത്യജീവൻ സുവിശേഷത്തിൽ അന്തർലീനമായിരിക്കുന്ന ജീവനാണ്, നിത്യജീവനാണ്. ആ സുവിശേഷം നമ്മൾ കൈക്കൊള്ളുമ്പോൾ നാം മരണമില്ലായ്മയിലേക്ക് കടക്കുകയാണ്. ജീവനും ജീവൻ്റെ സമൃദ്ധിയിലേക്കും കടക്കേണ്ടവരാണ് നാം രക്ഷിക്കപ്പെടുമ്പോൾ ജീവനിലേക്ക് വന്നു. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് വരണം. റോമാലേഖനം 5:17 ഞാനിപ്പോൾ പറഞ്ഞത്, ജീവൻ്റെ സമൃദ്ധി. അതുപോലെ പ്രത്യാശയുടെ സമൃദ്ധി. റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഞാൻ ഒന്നുകൂടെ വായിക്കാം. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരാകണം. പിന്നെയോ വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. നിറയ്ക്കേണ്ടത് എന്തൊക്കെ കൊണ്ടാ? സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും. സമൃദ്ധി എന്തിൻ്റെയാ? പ്രത്യാശയുടെ സമൃദ്ധി. ഈ റോമാലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിലുണ്ട് ജീവൻ്റെ സമൃദ്ധിയെക്കുറിച്ച്. യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് വന്നതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അവൻ നമുക്ക് ജീവനും ജീവൻ്റെ സമൃദ്ധിയും തരാനെന്നാണ്. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ ജീവൻ്റെ സമൃദ്ധിയൊന്നും ലഭിക്കുന്നില്ല, രക്ഷിക്കപ്പെടുമ്പോൾ ജീവനാണ് ലഭിക്കുന്നത്. മുൻപോട്ടുള്ള യാത്രയിലാണ് ജീവൻ്റെ സമൃദ്ധി കണ്ടെത്തുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി ഒരു ഹോസ്പിറ്റലിൽ ഒരു കോമ സ്റ്റേജിൽ കിടക്കുകയാണെന്ന് വിചാരിച്ചോ. കോമ സ്റ്റേജിൽ കിടക്കുക. ചോദിച്ചാൽ ഡോക്ടർമാർ ഈ മനുഷ്യൻ മരിച്ചോന്ന് ചോദിച്ചാൽ ഇല്ലെന്നാ പറയുള്ളൂ. മരിച്ചോന്ന് ചോദിച്ചാൽ ഇല്ല, ജീവനുണ്ട്. പക്ഷേ കാശിൻ്റെ പ്രയോജനമില്ലാത്ത ജീവനുണ്ട്, ആൾ ലൈവാണ്, മരിച്ചിട്ടില്ല. പക്ഷേ ആ ജീവൻ്റെ ഒരു സമൃദ്ധിയില്ല. എഴുന്നേൽക്കാൻ കഴിയില്ല, ചിന്തിക്കാൻ കഴിയുന്നില്ല, ചലിപ്പിക്കാൻ കഴിയുന്നില്ല, ഒന്നും കഴിയാത്ത എന്ന ജീവനുണ്ട്. ഇതുപോലെ തന്നെ രക്ഷിക്കപ്പെട്ട് വരുന്നവരിലെല്ലാം ജീവനുണ്ട്. അത് സ്വാഭാവികമായും ഒരു 5-6 പാട്ടൊക്കെ പാടാൻ പറ്റുമായിരിക്കും, ഒരു 4-5 അല്ലലിയും ഒരു 5-6 സ്തോത്രമൊക്കെ പറയാൻ പറ്റുമായിരിക്കും. അങ്ങനെയൊക്കെ പോകാം കുറച്ച് കാലം മുന്നോട്ട്. അതേസമയം ജീവൻ്റെ സമൃദ്ധിയിലേക്ക് വരുമ്പോൾ പിന്നെ അത് കരുത്താണ്. പിന്നെ അവർ സംസാരിക്കുന്നതും അവരോട് ചേർന്ന് നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും സംതിങ് സ്പെഷ്യൽ എന്ന്. അതെന്താ? അല്ല, ഇവരല്ലേ ഈ ജീവൻ്റെ സമൃദ്ധി എങ്ങനെയാണ് വന്നത്? അവർ 360 ദിവസം പ്രാർത്ഥന മാത്രമല്ല, അവർ 360 ദിവസം ആരാധന മാത്രമല്ല, അവർ ദൈവവചനം ഭക്ഷിക്കുന്നവരാണ്. അപ്പോൾ പ്രാർത്ഥന വേണ്ടേ? നിശ്ചയമായും. ആരാധന വേണ്ടേ? ഗൗരവമാണ് ആരാധന. ദൈവവചനം ഭക്ഷിക്കണം, അത് കടിച്ച് ചവച്ചരച്ച് അങ്ങ് ഇറക്കണം. ചില പിള്ളേർക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരൊറ്റ ഇറക്ക, അത് ചവച്ചരച്ചിറക്കണം, എന്നാലാണ് അതിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല. അവർ എന്നാ കൊടുത്താൽ പോലും അതിങ്ങനെ ഇറക്കി വിടും. ഒരു പ്രായമൊക്കെ കഴിയുമ്പോൾ അതിനൊക്കെ മാറ്റം വരുമായിരിക്കും, അല്ലേ? മാറ്റം വന്നവരായിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാത്തവരെല്ലാം ഇങ്ങനെ അങ്ങ് ഇറക്കി വിടും, ഇങ്ങനെ വിഴുങ്ങി വിടും. അങ്ങനെ വിഴുങ്ങിയിട്ട് കാര്യമില്ല. ഇതൊന്നും വിഴുങ്ങേണ്ട കാര്യങ്ങളല്ല, വിഴുങ്ങിയിട്ട് കാര്യമില്ല. ഇത് ആസ്വദിച്ച് കഴിക്കണം. ഞാൻ ആസ്വദിച്ച് കഴിച്ചൊരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. ആസ്വദിച്ച് കടിച്ച് ചവച്ചരച്ചിറക്കിയതാണ്. അപ്പോൾ അതിൻ്റെ പോഷണം ഭയങ്കരമാണ്, അതിൻ്റെ ബലമൊന്ന് വേറെയാണ്. തിമത്തിയോസിൻ്റെ ലേഖനത്തിലേക്ക് വാ. തിമത്തിയോസിൻ്റെ ലേഖനം 1-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായത്തിലേക്ക് വരൂ. 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്തായാലും 5 അധ്യായം കഴിഞ്ഞിട്ടാണല്ലോ 6-ാമത്തെ അധ്യായം. ഒത്തിരി കാര്യങ്ങൾ ഈ 5 അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 3-ാം വാക്യം മുതൽ താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പത്യവചനവും
ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ അവനൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന്. അത് കേട്ടവായിപ്പോയി. ഭക്തിക്കൊത്ത ഉപദേശവും പഥ്യവചനവും, അതായത് സൗണ്ട് ഡോക്ട്രിൻ കയ്യിലില്ലാത്ത പുള്ളികളൊക്കെ അവർ എന്നതാ പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ലെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഓക്കെ, അതല്ല വിഷയം. അതൊക്കെ പറഞ്ഞിങ്ങനെ താഴേക്ക് വന്നിട്ട് കുറേ കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ ഒരു 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 കാര്യം പറയുന്നുണ്ട്. അതായത് അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നു താനും. അലംഭാവത്തോടു കൂടി, നമ്മുടെ അലംഭാവം അല്ല കേട്ടോ, നമ്മൾ മലയാളത്തിൽ പറയുന്ന അലംഭാവം ഉണ്ടല്ലോ. നമ്മുടെ ആൾക്കാർ അലംഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ അലംഭാവത്തോടെ എല്ലാം ചെയ്യുന്നതെന്ന് പറയും. തൃപ്തി എന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ടൻമെൻറ്റ്, തൃപ്തി. അപ്പം തൃപ്തിയോടുകൂടിയ ദൈവഭക്തി ആദായ സൂത്രം എന്നാണ് ആ വാക്യം. അത് കഴിഞ്ഞിട്ടാണ് ഈ ഗൗരവമായ കാതലായ വാക്യം വരുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. വിശുദ്ധ തിരുവഴുത്തായി പറയുന്നത്. തമാശയ്ക്ക് വായിക്കേണ്ട പുസ്തകമല്ല ഇത്. മംഗളോ മനോരാജ്യമൊന്നും അല്ല ഈ വായിച്ച് കേൾപ്പിക്കുന്നത് കേട്ടോ. വിശുദ്ധന്മാർ കേട്ടുകൊള്ളണം. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, എന്നിട്ട് ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഒരു തീർപ്പ് പോലെയല്ലേ പറയുന്നത്? ഒരു തീർപ്പ് പോലെ. ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതല്ല. അങ്ങനെ തീർപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി റിസർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വല്ലതും കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ. ഇവിടെ നിന്ന് വല്ലതുമൊക്കെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് റിസർച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് പശ്ചാത്തലം. അത് കഴിഞ്ഞിട്ട് ചേർത്ത് പറയുകയാണ്, ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. ഈ വാക്യങ്ങളൊക്കെ വായിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ എക്സൈറ്റ് അടിച്ച് പോയേക്കരുത്. ഞാൻ വേറെ കാര്യങ്ങളിലേക്ക് വരാം, ആശ്വാസത്തിൻ്റെ ഭാഗത്തേക്കും വരാം. ഇപ്പം ഇത് ആശ്വാസക്കേടിൻ്റെ വാക്യങ്ങളാണെന്ന് എനിക്കറിയാം. ഈ കാലഘട്ടത്തിൽ ഈ വാക്യം എടുത്ത് അധികം പേര് സംസാരിക്കാറില്ല. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കാം. അവിടെ തീർന്നില്ല, താഴേക്ക് വായിക്കാം. അതിനു മുമ്പ് രണ്ട് കാര്യം പറഞ്ഞോട്ടെ. ഇത്രയും വായിച്ചു, പരിശുദ്ധാത്മാവ് ഇടപെട്ടു, പരിശുദ്ധാത്മാവ് ബോധ്യം നൽകി. എടാ മോനെ, ഒന്നും കൊണ്ടുപോകാനൊന്നും കഴിയില്ല, അങ്ങനെയൊന്നും കഴിയില്ല. ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. ഇവിടെ സർവൈവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തൃപ്തനായിരിക്കുക. നീ അതിൽ തൃപ്തനായിരിക്കുക, സന്തോഷത്തോടെ മുന്നോട്ട് പോകുക. അത് മാത്രമല്ല, സ്വർഗം നോക്കുമ്പോൾ സന്തോഷത്തിൻ്റെ സമൃദ്ധി വേണം, പിന്നെ പ്രത്യാശയുടെ സമൃദ്ധി വേണം, പിന്നെ എന്താ, അങ്ങനെ ജീവൻ്റെ സമൃദ്ധി വേണം. ഇങ്ങനെ ഒത്തിരി സമൃദ്ധികൾ വേണം. സമാധാനത്തിൻ്റെ സമൃദ്ധി, ഇങ്ങനെ പല കാര്യങ്ങൾ വേണം. ആ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല, വേറെ ഏതാണ്ടൊക്കെ സമൃദ്ധമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നീ അങ്ങ് ചെല്ലുമ്പോൾ എങ്ങനെ നിൽക്കുന്ന തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ നിൽപ്പൊന്ന് ഓർത്ത് നോക്കിയേ. ഇത്രയും കേട്ടതേ ആരോ പോയി. സഹോദരങ്ങളെ, വളരെ സീരിയസ് ആയ വാക്യമാണ് ഈ വായിച്ചു കേൾപ്പിക്കുന്നത്, വളരെ സീരിയസ് ആയത്. ഇപ്പം ഏതെല്ലാം വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി വേണമെന്ന് തിരുവഴുത്തിൽ നിന്ന് പറയുകയാണ്. അതേസമയം തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഇഹലോക ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. ഞാൻ അങ്ങനെ അങ്ങ് വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് തൻ്റെ ഇടത്തോടെ പറഞ്ഞത്, ആ ഉദ്ദേശി പറഞ്ഞ സമൃദ്ധിയൊന്നും എനിക്ക് വേണ്ട പൊന്നെ, ആ ഉദ്ദേശി പറഞ്ഞ സമൃദ്ധിയൊന്നും വേണ്ട. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഞാൻ തന്നെ വായിച്ചു കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം, പൗലോസിൻ്റെ ഒരു വിടവാങ്ങൽ പ്രസംഗം. എഫേസോസിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി താൻ ഇത്രയും കാലം അധ്യക്ഷനായിരുന്ന എഫേസോസിലെ വിശ്വാസികളെക്കുറിച്ചും ഒക്കെയുള്ള അനവധി കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് താൻ അവിടെ പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്. അതായത് അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവ് യേശുക്രിസ്തു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. കർത്താവ് യേശുക്രിസ്തു തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്നേ ഉള്ളൂ എന്ന്. തൻ്റെ ഓട്ടവും അധ്വാനവും, അങ്ങനെയല്ലേ പറഞ്ഞത്? എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവ് യേശുക്രിസ്തു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ ഉള്ളൂ. ഓട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഓട്ടത്തിൽ ഇടർച്ച സംഭവിക്കരുത്. മുന്നമേ താൻ പറഞ്ഞിട്ടുണ്ട്, ഈ എഫേസോസിലൊക്കെ വരുന്നതിന് മുമ്പ് കൊരിന്ത്യരോട് പറഞ്ഞു കൊടുത്ത കാര്യമാണ്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണ്,
പക്ഷെ ഒരുവനെ ബിരുദ് പ്രാപിക്കുന്നുള്ളൂ. നിങ്ങളും ബിരുദ് പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവിൻ. നീ എങ്ങോട്ടാ ഈ ഓടുന്നത്? ഈ കണ്ട ഉപദേശിമാരുടെയൊക്കെ പ്രസംഗം കേട്ടിട്ട് നീ പാതാളത്തിൽ ചെല്ലും പെന്തിക്കോസുകാരാ. നീ പ്രസിദ്ധൻ്റെയും ഒക്കെ പ്രസംഗം കേട്ട് കോരിത്തെറിച്ചാൽ ചെന്നെത്തുന്ന സ്ഥലം നാശത്തിലായിരിക്കും. പച്ച മലയാളത്തിൽ ബുദ്ധിയുപദേശം തരിക. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം വായിച്ചിട്ട് ഇന്ന് രാത്രി കിടന്നുറങ്ങിയാൽ നല്ലതായിരിക്കും. ബുദ്ധിയുപദേശം അവിടെ എഴുതിയിരിക്കുന്നത്. ബുദ്ധിയുപദേശം ഇത് നിങ്ങൾക്ക് ദൃഷ്ടാന്തത്തിനായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. വേറെ കുറച്ച് ആൾക്കാരുടെ കാര്യം പറഞ്ഞിട്ട്, വേറെ കുറച്ചോ, പഴയ നിയമം ഇസ്രായേലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആളുകളുടെ കാര്യം. അവരെക്കുറിച്ച് എന്താ പറഞ്ഞത്? അവർ ദുർമോഹികളായി തീർന്നു എന്നാണ് പറഞ്ഞത്. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. അവരിൽ ചിലർ പരസംഗക്കാരായി തീർന്നു. പിന്നെ അവരിൽ ചിലർ വിഗ്രഹാരാധികളായി തീർന്നു. അവരിൽ ചിലർ പിറുപിറുപ്പുകാരായി തീർന്നു. പിന്നെയുണ്ടല്ലോ, അവർ ദൈവത്തെ പരീക്ഷിച്ചു. ഇങ്ങനെ അനവധി കാര്യം അവരെക്കുറിച്ച് പറയുന്നത്. എന്നിട്ട് പറയാണ് അവരുടെ ലൈഫ് നമുക്ക് ദൃഷ്ടാന്തത്തിനായിട്ട് എഴുതി വെച്ച് തന്നിരിക്കുന്നു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു, നിങ്ങൾക്കിത് ബുദ്ധി ഉപദേശത്തിനായിട്ട് തന്നിരിക്കുന്നു എന്ന്. നമുക്കിതെല്ലാം ബുദ്ധി ഉപദേശത്തിന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ശുശ്രൂഷകന്റെ ഹൃദയാഭിലാഷം എന്താ? തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ആടുകളെക്കുറിച്ചുള്ള ഹൃദയഭാരമാണ് പിന്നീട് വായിക്കുന്നതൊക്കെ 20-ാം അധ്യായം. ഇന്ന് പറയേണ്ട കാര്യങ്ങളാണ്. കൊരിന്ത്യർ ലേഖനത്തിലെ വാക്യം ഞാൻ ഏതാ പറഞ്ഞേ? 1 കൊരിന്ത്യർ ലേഖനം 9-ന്റെ 25-ഉം 26-ഉം 2 വിഷയം അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. വായിച്ചേ. അംഗം പൊരുതുന്നതൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. 2 പ്രധാനപ്പെട്ട വാക്യങ്ങൾ. 1, അംഗം പൊരുതുന്നവൻ സകലത്തിലും വർജനം ആചരിക്കുന്നു. അതായത് ഒളിമ്പിക്സ് ഒക്കെ ആരംഭിച്ച ഏതൻസിലാണല്ലോ. അതിൽ ഓടിയൊക്കെ വന്നു കഴിയുമ്പോൾ, പല കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നു കഴിയുമ്പോൾ അവർക്ക് കിരീടം ലഭിക്കും. അതെല്ലാം വാടുന്ന കിരീടമാണ്. കിരീടം കിട്ടി വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് അത് വാടിപ്പോവും. എന്നാൽ വിശുദ്ധന്മാർ അവരുടെ ആത്മീയ ജീവിതത്തിലെ ഓട്ടത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്, അവർ വാടാത്ത കിരീടം പ്രാപിക്കണം. അവർ ഇഹലോക സമൃദ്ധി പ്രാപിക്കണമെന്നല്ല എഴുതിയിരിക്കുന്നത്. ഈ ലോകത്തിലെ സമൃദ്ധിയുടെ പുറകെ പോകണമെന്നല്ല എഴുതിയിരിക്കുന്നത്. വാടാത്ത കിരീടം പ്രാപിക്കണമെന്ന് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ വായിക്കുന്നത്? ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. അതായത് ഒരു നിശ്ചയമില്ല, ഒരു ബോധ്യമില്ലാത്ത പോലെ അല്ലെന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ. നല്ല നിശ്ചയത്തിൽ തന്നെയാണ്. ആരംഭവും അവസാനത്തെക്കുറിച്ചൊക്കെ നല്ല ഗ്രാഹ്യമാണ്. വെറുതെ അല്ലെന്ന് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്രേ ചെയ്യുന്നത്. എന്നുവെച്ചാൽ എൻ്റെ ശരീരാഭിലാഷങ്ങളെ, എൻ്റെ പ്രാണൻ്റെ താല്പര്യങ്ങളെ, അതിനെയെല്ലാം ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയാണ്. അതായത് എൻ്റെ ജഡാഭിലാഷങ്ങളെന്ന് ചുരുക്കി പറയാം. അതിനെയെല്ലാം ദണ്ഡിപ്പിച്ച് അതിനെയെല്ലാം കൽക്കീഴിൽ കൊണ്ടുവരികയാണ്. ഈ ലോകത്തിൽ ചുറ്റുമുള്ള ആളുകളൊക്കെ കാട്ടിക്കൂട്ടുന്ന പോലെയുള്ള കാര്യങ്ങൾ കാണിക്കാനല്ല ദൈവമക്കളെ വിളിച്ചിരിക്കുന്നത്. പൗലോസ് പറയുന്ന ഒരു പദം നമ്മൾ വായിച്ചില്ലേ? എന്നെ വിളിച്ചിരിക്കുന്ന വിളിയെക്കുറിച്ചും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തെക്കുറിച്ചുമുള്ള ബോധ്യം വെച്ചിട്ടാണ് പറയുന്നത്. ആ ശുശ്രൂഷ തികയ്ക്കണം, ആ ഓട്ടം പൂർത്തീകരിക്കണം. തൻ്റെ ആഗ്രഹം അതാണ്, ഓട്ടക്കളത്തിലാണ്. ഇവിടെ അതാണ് കൊരിന്ത്യരോടും പറയുന്നത്, ഓട്ടക്കളത്തിലാണ്. ഒരുവനെ കർത്താവ് തൻ്റെ വേലയ്ക്ക് വിളിക്കുമ്പോൾ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ഒരുവനെ കർത്താവ് തൻ്റെ വേലയ്ക്ക് വിളിക്കുമ്പോൾ അവൻ്റെ 30-ാമത്തെ വയസ്സിലോ 25-ാമത്തെ വയസ്സിലോ ഏതെങ്കിലും ഒരു വയസ്സിൽ വേലയ്ക്ക് വിളിക്കുന്നു. 80-90 വയസ്സ് വരെ ഈ ഭൂമി ജീവിക്കാൻ അവസരം കൊടുക്കുന്നു. 30-ാമത്തെ വയസ്സിൽ വേലയ്ക്ക് വിളിക്കപ്പെട്ടവൻ 90 വയസ്സ് വരെ ഇവിടെ ജീവിക്കുകയാണെങ്കിൽ നീണ്ട 60 വർഷത്തെ ഒരു ശുശ്രൂഷാ ജീവിതമാണ് കിടക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ 90 വരെയൊക്കെ ഇരിക്കാതിരിക്കുക നല്ലത്. 90 ആകുമ്പോൾ ഒത്തിരി മോഹങ്ങൾ വരും. ഈ 70, 80, 90 ആയിക്കഴിഞ്ഞാൽ പിന്നെ മോഹങ്ങളുടെ ഒരു ലോകമാണ്. നല്ല ശവാടക്ക് വേണം, മറ്റുള്ളവർ മാനിക്കണം, നല്ല കസേര കിട്ടണം, അവരെ എന്നെ കാണുമ്പോൾ ചിരിക്കണം, ഷെയ്ക്ക് ഹാൻഡ് തരണം, പിന്നെ എൻ്റെ ആ കഴിഞ്ഞകാല ശുശ്രൂഷയെക്കുറിച്ച് പുകഴ്ത്തി പറയണം. അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ചിലപ്പോൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ഉടലെടുക്കുമെന്നല്ല, സാധ്യതയുണ്ടെന്ന് അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ വേറെ ചില ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഈ ഇന്നാടത്ത് ഇന്നാരെ ആ ഉപദേശിയെ ഒന്ന് ആദരിക്കണം,
ആദരിക്കണം. അദ്ദേഹത്തിന് ഇപ്പോൾ 80 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല 50 വർഷത്തെ ശുശ്രൂഷാ ജീവിതം അത് വെച്ചിട്ട് ഒരു ഗോൾഡൻ ജൂബിലി ആണല്ലോ, നമുക്ക് ഒരു പ്രത്യേക സമ്മേളനം തിരുനക്കര മൈതാനത്ത് വെച്ച് തന്നെ ആയിക്കോട്ടെ. തിരുനക്കര മൈതാനത്ത്, അത് പുത്തരിക്കണ്ടം മൈതാനത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവർ നേരത്തെ കാലത്തെ അറിയിക്കുക. അപ്പോൾ തിരുനക്കര മൈതാനത്ത് വെച്ച് ഈ പറയപ്പെട്ട ഉദയശിയുടെ ജൂബിലി നമ്മൾ കൊണ്ടാടുകയാണ്. അപ്പോൾ അതിൽ സാംസ്കാരിക നേതാക്കന്മാരെ എല്ലാ സൈസ് ആൾക്കാരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പാളയം ഇമാമിനെ വേണേൽ വിളിച്ചു വരുത്താം, ഗുരു ജ്ഞാന താമസിയെ വേണേൽ വിളിച്ചു വരുത്താം, കോട്ടയം കാതോലിക്ക സെൻട്രലിൽ നിന്ന് മാത്യൂസ് തൃതീയൻ ബാബയെ വേണേൽ നമുക്ക് വിളിച്ചു വരുത്താം. അങ്ങനെ ആരെയെല്ലാം വിളിച്ചു വരുത്താമോ അവരെല്ലാം വിളിച്ചു വരുത്താം. എന്നിട്ട് നമുക്ക് യോഗ നടപടികൾ ആരംഭിക്കാം. അങ്ങനെ യോഗ നടപടികൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ കഴിഞ്ഞ 50 വർഷത്തെ ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയൊക്കെ പുകഴ്ത്തി ഇതിനിടയ്ക്ക് കർത്താവിന് കൊടുക്കാൻ പറ്റിയാൽ ഇച്ചിരി മഹത്വം കൊടുത്തേരെ. അങ്ങനെ ഇതൊക്കെ പുകഴ്ത്തി നമ്മളിങ്ങനെ മുന്നോട്ട് പോയി ഒടുക്കം കാതോലിക്ക ബാബേനെ തന്നെ മുന്നോട്ട് വിളിക്കാം. ഇദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ ശുശ്രൂഷ നിമിത്തം ഇദ്ദേഹത്തെ ഒരു പൊന്നാടി അണിയിച്ചേക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ കോട്ടയത്തിൻ്റെ മേയറാണോ ചെയർമാൻ, കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ, അദ്ദേഹമൊക്കെ അവിടെയുണ്ട്. അല്ലെ KPCCയുടെ വൈസ് പ്രസിഡൻറ്റോ പാർട്ടി ജനറൽ സെക്രട്ടറിയോ ആരെങ്കിലുമൊക്കെ അവിടെ ഇരിക്കട്ടെ, അവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ഷീൽഡ് അദ്ദേഹത്തിന് കൊടുക്കുന്നു. പിന്നെ ഒരു താമ്രപത്രം, 50 കൊല്ലത്തെ ശുശ്രൂഷയല്ലേ താമ്രപത്രം. എൻ്റെ ദൈവമേ, നമ്മുടെ വിഷയത്തിൽ നിന്നും പോവുക, എന്നാലും പറയാതെ ഒക്കില്ലല്ലോ. അപ്പം അങ്ങനെ താമ്രപത്രം ഇതെല്ലാം വാങ്ങിച്ച് അച്ചാനും അമ്മാമ്മയും കൂടെ വീട്ടിലേക്ക് കാറിൻ്റെ പുറകിൽ ചാരിക്കിടന്നിങ്ങനെ ഒരു പോക്കുണ്ട്. അന്ന് സന്ധ്യയ്ക്ക് വീട്ടിൽ ചെന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഈ താമ്രപത്രവും ഈ ശിലാഫലകം വേണമെങ്കിൽ അവിടെ കൊണ്ടുപോയി മറ്റേ സ്ഥലത്ത് വേണമെങ്കിൽ അവിടെ വെക്കാം. അത് പറ്റില്ല, അത് മാർബിളിലാണെങ്കിൽ നമുക്ക് അവിടെ വെക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ 50 വർഷത്തെ വീരസ്യങ്ങളൊക്കെയാണല്ലോ പറയുന്നത്, വീരസ്യങ്ങൾ. അല്ല, ഇപ്പോൾ ഈ വായിച്ച വാക്യമായിട്ട് അത് ഒത്തുവരുമോ? അങ്ങനെ മേടിക്കുന്ന ഒത്തിരി ആൾക്കാരില്ലേ, പ്രസിദ്ധരൊക്കെ അങ്ങനെ മേടിക്കുന്നവരുണ്ട്. അവരെല്ലാം ഓട്ടം നിർത്തിയ ആൾക്കാരാ. നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ പഠനം അനുസരിച്ച് ഈ വചനപ്രകാരം ഓട്ടം തീരുന്ന പെട്ടിക്കകത്താണ്. തുടങ്ങിയത് നമുക്കറിയാമല്ലോ എന്നാ ഓടി തുടങ്ങിയെന്ന്. അവസാനിക്കുന്ന കാര്യം പെട്ടിക്കകത്താണ്. അല്ലെ കാഹളം തുനിക്കണം, രണ്ടാലൊന്ന്. ഒന്നുമല്ലേ കാഹളം തുനിക്കണം, അല്ലെങ്കിൽ നേരെ പെട്ടിക്കകത്തെന്നൊക്കെ പറഞ്ഞാൽ അതൊരു മലയാളത്തിലെ പ്രയോഗമാണ്, മനസ്സിലാക്കിക്കൊള്ളണം. അറിയാൻ പാടില്ലാത്തവർ അടുത്തിരിക്കുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ഈ പറയപ്പെട്ട സമയത്താണ് ഓട്ടം പൂർത്തീകരിക്കുന്നത്. അല്ല, ഇതിൻ്റെ ഉദാഹരണം ഞാൻ പണ്ട് കാലത്ത് പറയാറുണ്ട്, ഇപ്പോൾ ഈ ഒരു 10 വർഷമായിട്ട് പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പണ്ട് കാലത്ത് പറയുന്ന ഒരു രീതി എന്ന് പറയുന്നത്, നമുക്ക് പലതരം ഓട്ടങ്ങളുണ്ട്. 100 മീറ്ററുണ്ട്, 200 മീറ്ററുണ്ട്, 500 മീറ്ററുണ്ട്, പിന്നെ 1000 മീറ്ററുണ്ട്. അങ്ങനെ ഞാൻ കൂട്ടിക്കോ. 1000 മീറ്റർ എന്ന് പറഞ്ഞാൽ, അല്ലെ 3000 എത്രയോ 1000, അത് 3000 മീറ്ററിൻ്റെ ഓട്ടത്തിന് ഒരു 3 ട്രിപ്പ് ഇങ്ങനെ ആ ഗ്രൗണ്ടിനെ വലയം വെച്ച് ഓടണം. 3 ട്രിപ്പ്. അപ്പോൾ നമ്മുടെ അച്ചായൻ ഓടുവാണ്. 1-ാം റൗണ്ട് കഴിഞ്ഞു, 2-ാം റൗണ്ട് ഇങ്ങനെ ഓടി വന്നപ്പോഴാണ് പെട്ടെന്ന് പെന്തിക്കോസിലെ വീരന്മാരെല്ലാം കൂടെ ചാടി വരുന്നു, കൈ കാണിക്കുന്നു, നിർത്തൂ, 50-ാം വർഷമല്ലേ, ഗോൾഡൻ ജൂബിലിയാണ്. 2-ാം റൗണ്ട് ഇങ്ങനെ കഴിയുന്നു, 3-ാം റൗണ്ട് വന്നാൽ ഓട്ടം പൂർത്തീകരിക്കുകയാണ്. അതിനു മുമ്പ് അവർ തടഞ്ഞു നിർത്തുന്നു. വേറെ ആൾക്കാർ ഓടിക്കൊണ്ടിരിപ്പുണ്ട്, അവരൊക്കെ കയറി ഓടി പോവുക. അപ്പോൾ അദ്ദേഹത്തോട് പറയുന്നു, ഇത്രയും കാലത്തെ ആ ശുശ്രൂഷയുടെ അതിൽ ഞങ്ങൾ അതെല്ലാം കണ്ടിട്ട് ഒരു പ്രശംസാപത്രം തരണം, ഒരു പൊന്നാട അണിയിക്കണം, പിന്നെ ഈ ശേഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തന്നെയല്ല, ആ വേർപ്പൊക്കെ ഒന്ന് ഒപ്പൂ, ഒരു ടൗലൊക്കെ തരുന്നു, പിന്നെ ഈ ജ്യൂസ് ഒന്ന് കുടിക്കൂ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് അവിടെ ഒരു കസേര പെട്ടെന്ന് തന്നതിലിരുന്ന് ജ്യൂസൊക്കെ കുടിച്ച് ഇതൊക്കെ ഒപ്പിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും വേറെ ആണുങ്ങൾ കയറി ഓടിപ്പോയി. അവരെല്ലാം ഓടിപ്പോയി, 1-ാം സ്ഥാനത്തിന് വേണ്ടി ഓടിപ്പോയി. നമ്മൾ ഈ പറഞ്ഞ സാധനമൊക്കെ മേടിച്ചോണ്ടിരുന്നു. ലോത്തിൻ്റെ ഭാര്യയോട്ട് ഓർത്തുമില്ല, അങ്ങനത്തെ വാക്കിയോട്ട് ഓർമ്മയും വന്നില്ല. ലോത്തിൻ്റെ ഭാര്യ ഓർത്തുകൊള്ളുവാൻ പറഞ്ഞല്ലോ, അതൊന്നും ഈ അച്ചായന് ഓർത്തില്ല. 50 വർഷം ഓടിയ പാർട്ടിയാണ്. അതാരെക്കുറിച്ച് ഈ പറയുന്നത് ആർക്കറിയാം? അങ്ങനെ 50 വർഷം ഇങ്ങനെ ഓടിയ പാർട്ടി ചുമ്മാ ഒരു നിസാര സമയത്തെ ഒരു ജഡാഭിലാഷത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആരാണ്ട് കൈ കാണിച്ചപ്പോൾ അവിടെ നിന്നേക്കുക. ആരോ കൈ കാണിച്ചാൽ നിൽക്കേണ്ട കാര്യമുണ്ടോ? മാറടാന്ന് പറയണം. ഞാൻ ഓട്ടക്കളത്തിലാണ്, ഞാൻ അംഗക്കളത്തിലാണ്, ഞാൻ യുദ്ധക്കളത്തിലാണ്. നീ ഏത് പെന്തിക്കോസാന്ന് ചോദിക്കണം. ഗെറ്റ് ഔട്ട് പറയണം. നിന്റെ പ്രശംസാപത്രം അടുപ്പിക്കൊണ്ടിടാൻ പറയണം. നീയാണോ എനിക്ക് പ്രശംസാപത്രം തരാൻ പോകുന്നത്? വേറെ വിളിക്കുന്ന നേരം ഒരു ന്യായാസനത്തിന് മുമ്പാകെ ഞാൻ നിൽക്കും. എൻ്റെ ജീവിതം അവിടെയാണ് വെളിപ്പെടുന്നത്. ഭയാനക വാക്യങ്ങളുണ്ട് കേട്ടോ ഇതിനകത്ത്. അതെല്ലാം എടുത്ത് പുറത്തിട്ടാൽ നിങ്ങൾ പേടിച്ചു പോകുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഭയങ്കരമാണ്. ക്രിസ്തുവിൻ്റെ ന്യായാസനം ലളിതമല്ല.
നമ്മളിങ്ങനെ കേട്ട് 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 വെള്ളസിംഹാസനത്തിന് മുമ്പാകെ പോയാൽ പിന്നെ തീപ്പൊയ്കയിലേക്കാണ് പോകുന്നത്. അതിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞവരാണ് രക്ഷപ്പെട്ടവരാണെന്നൊക്കെ ഞാനും കൂടെ പ്രസംഗിക്കുന്നുണ്ട്. കേട്ട് 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 നിങ്ങൾ ഒരു ആലസ്യത്തിൽ വന്നോന്ന് എനിക്കൊരു സംശയമുണ്ട്. നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെയാണ് പോകുന്നത്, അവിടെ ന്യായമായി പ്രതിഫലങ്ങൾ വീതിക്കുന്ന സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞു കേട്ട് കേട്ട് ലഘുവായിട്ടാണ് പലരും ചിന്തിക്കുന്നത്. അങ്ങനെ ലഘുവാക്കല്ലേ. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം നിൽക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട സമയം മുതൽ മരണം വരെ കാഹളം ധ്വനിക്കുന്ന, അങ്ങനെയാണ് എടുക്കപ്പെട്ടതെങ്കിൽ ആ സമയം വരെയുള്ള നമ്മുടെ സമസ്ത ജീവിതവും, നമ്മുടെ സകല ചിന്തകളും വിചാരങ്ങളും സകലതും അവിടെ വെളിപ്പെടും. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണ് വിശുദ്ധ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവർ. ഇപ്പോൾ വായിച്ച വാക്യങ്ങളൊക്കെ എന്താ? സ്വർഗത്തിൽ ഇന്നിന്ന കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലേക്ക് നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകുന്നുമില്ല. ഒരല്പകാലത്തേക്ക് ഈ ഭൂമിയിൽ യാത്രക്കാരെന്ന നിലയിൽ വന്നവരാണ്. അല്പകാലത്തേക്ക് വെയിറ്റിംഗ് ഷെഡിലായി ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മുടെ സഹോദരി ലിസ ഇരിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാവോ? അമേരിക്കയിൽ ഒരു വെയിറ്റിംഗ് ഷെഡിലിരിക്കുക, വണ്ടി വരുന്ന കാത്ത് വെയിറ്റിംഗ് ഷെഡിലിരിക്കുക, യാത്രക്കാരിയാ. നമ്മുടെ രതീഷ് ഇരിക്കുന്നത് മുംബൈയിലെ ഒരു വെയിറ്റിംഗ് ഷെഡിലാണ്, യാത്രക്കാരനാണ്, വണ്ടി വരുന്ന കാത്തിരിക്കുകയാണ്. അല്പകാലത്തേക്ക് വെയിറ്റിംഗ് ഷെഡിൽ വെയിറ്റ് ചെയ്യുകയാണ്, കാഹളത്തിന് കാതോർത്ത്. ഒരു കുറച്ച് കാലമല്ലേ ഉള്ളൂ. അപ്പോൾ ആ കാലം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പറയേണ്ടതെന്നൊക്കെ പുസ്തകത്തിലുണ്ട്. അതിനനുസരിച്ചായിരിക്കണം ജീവിതം. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ പോകുമ്പോൾ ലജ്ജിക്കാൻ ഇടവരരുത്. കണ്ടവൻ്റെ പ്രസംഗം കേട്ട് സമൃദ്ധിയുടെ പുറകെ പോയി ചോദ്യം ചോദിക്കുക. അവിടെ വരുമ്പോൾ നീ എഫേസ്യ ലേഖനം ഒന്നും കണ്ടിട്ടില്ലായിരുന്നോ മോനെ എന്ന് ചോദിക്കും. നീ സകലത്തിൻ്റെ കൂട്ടവകാശിയാന്ന് ഞാൻ എഴുതി വെച്ചിരിക്കുക, മുദ്രപത്രത്തിൽ എഴുതി സീൽ ചെയ്തിരിക്കുക, സകല വാക്തത്വത്തിൻ്റെ പങ്കാളിയാണെന്നൊക്കെ എന്ന് വേണ്ട അനവധി കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുക. നീ എൻ്റെ ദത്തുപുത്രനാണെന്നൊക്കെ എഴുതി വെച്ചിരിക്കുക. എൻ്റെ പുത്രൻ മൂലം നിന്നെ ഞാൻ ദത്തെടുത്തു, എനിക്കുള്ളതിൻ്റെ എല്ലാം അവകാശിയായിട്ട് നിന്നെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു, നിന്നെ ഉയർത്തി കൊണ്ടുവന്നിരിക്കുകയല്ലേ. സുവിശേഷം നിന്നെ ലിഫ്റ്റ് ചെയ്തില്ലേ? സ്വർഗസ്ഥലങ്ങളിലേക്കല്ലേ ലിഫ്റ്റ് ചെയ്തത്? കാഹളം ധനിക്കുമ്പോൾ നിന്നെ സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്കൊക്കെ ഞാൻ കൊണ്ടുപോവുകയല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വിളിക്കപ്പെട്ടിട്ട് നീ നിസ്സാരം ആരുടെയോ ഒരു പ്രസംഗം കേട്ടപ്പോൾ, ആരുടെയൊക്കെയോ പ്രസംഗം കേട്ടപ്പോൾ ഇളകിപ്പോയോ? ചോദ്യം ചോദിക്കും. പിന്നെ ശുശ്രൂഷകന്മാരോട് ചോദിക്കും. കണ്ടവനൊക്കെ തന്ന നാരങ്ങ വെള്ളവും കുടിച്ച് അവർ തന്ന ഷീൽഡും പൊന്നാടിയൊക്കെ മേടിച്ച് നാണമില്ലടാ ഉവേന്ന് ചോദിക്കും. നിനക്ക് വേണ്ടി ഇവിടെ സകല കാര്യങ്ങൾ സജ്ജമായിരുന്നു. നിന്നെ ഞാൻ പേർ ചൊല്ലി വിളിക്കും. നിൻ്റെ 50 വർഷത്തെ ശുശ്രൂഷ, നിൻ്റെ 70 വർഷത്തെ ശുശ്രൂഷ അതെല്ലാം കണ്ട് അതെല്ലാം ഇവിടെ രേഖപ്പെടുത്തുകയല്ലേ. സമസ്ത വിഷയങ്ങളും രേഖപ്പെടുത്തുകയല്ലേ. ഒരു നൈമിഷിക നേരത്തിൽ യേശാവിനെ കുറിച്ച് വല്ലതും അറിയാവോ? ഈ 50 വർഷം ശുശ്രൂഷിച്ചിട്ടും യേശാവിനെ കുറിച്ച് നീ ഒന്നും അറിഞ്ഞില്ലേ പ്രിയനേന്ന് ചോദിക്കും. പ്രിയനേന്നൊന്നും ചോദിക്കില്ല, അത് ഞാനങ്ങ് പറഞ്ഞതാ. പ്രിയനേന്ന് വിളിക്കാനാ തമ്പുരാൻ ഇരുന്നത്. യേശാവ് ഒരു നിമിഷ നേരത്തെ ജഡാഭിലാഷത്തിനു വേണ്ടി, താല്പര്യത്തിനു വേണ്ടി തൻ്റെ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ജ്യേഷ്ഠാവകാശത്തിൻ്റെ ഗൗരവമൊക്കെ മുൻ പ്രസംഗങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തള്ളിക്കളയരുത്. വളരെ സീരിയസ് ആയ കാര്യമാണ്. അങ്ങനെ വെറും ഒരു പായസത്തിന് വേണ്ടി അല്ലെങ്കിൽ വെറൊരു ഊണിന് വേണ്ടി തൻ്റെ അവകാശങ്ങളെ അധികാരങ്ങളെ അലക്ഷ്യമാക്കി കളഞ്ഞു. അതുപോലെ ഈ പൊന്നാടയുടെ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്ന ആൾക്കാർ സൂക്ഷിക്കണം. ഇപ്പം ഇതൊക്കെ പറയാൻ കാരണം എന്താണെന്നറിയാവോ? കുരുന്ന് ലേഖനത്തിൽ പോയതുകൊണ്ടാണ്. ഞാൻ അങ്ങോട്ട് പോയില്ലായിരുന്നു. ഒരു ചോദ്യം വന്നതുകൊണ്ട് അതിന് മറുപടി പറഞ്ഞപ്പോഴാണ് ഇത്രയും അങ്ങ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നത്. ഞാൻ നേരെ പോകാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്കാണ്. മാത്യു ചാപ്റ്റർ 6, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം. 6-ാം അധ്യായത്തിൻ്റെ 19, 20, 21 വാക്യങ്ങൾ, 3 വാക്യങ്ങൾ വായിച്ചേ. മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 19 to 21. മുഴുവൻ തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. മുഴുവൻ തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുകയും. അപ്പം നിങ്ങളുടെ നിക്ഷേപം എവിടെയായിരിക്കണമെന്നാണ് വായിച്ചത്. നിക്ഷേപം എന്ന് വെച്ചാൽ ആത്മീയമായ സമൃദ്ധിയെക്കുറിച്ചാണ് ഈ പറയുന്നത്. അല്ലാതെ ഇവിടെ ഏതെങ്കിലും പാസ്റ്റർക്ക്, അങ്ങനെയും ഞാൻ പണ്ട് കേട്ടിട്ടുള്ളതാണ്. അതിൻ്റെ നിജസ്ഥിതി എനിക്കറിയില്ല കേട്ടോ ഈ വാക്യപ്രകാരം.
അതായത് ഉപദേശിക്ക് ഇവിടെ കൊടുക്കുന്നത് സ്വർഗത്തിൽ നിക്ഷേപമായിട്ട് പരിഗണിക്കുമെന്ന്. തിരക്കേടില്ല. അങ്ങനെ വല്ലവർക്കും കൊണ്ടുപോയി പൈസ കൊടുത്തിട്ട് അത് സ്വർഗത്തിലെ നിക്ഷേപമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥാനത്തായി പോകും കേട്ടോ സഹോദരങ്ങളെ. അതല്ല ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ക്വാളിറ്റി ടൈം, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മുൻഗണന, ഗൗരവമായ കാര്യം ആത്മീയ വിഷയങ്ങൾക്കായിരിക്കണം. അതിന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വിശദീകരണം തരും. ദൈവവിഷയമായി സമ്പന്നരാകണം, വിശ്വാസത്തിൽ സമ്പന്നരാകണം, വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാകണം. ഇങ്ങനെയൊക്കെയുള്ള പദങ്ങളെല്ലാം ഉപയോഗിക്കും. അതെല്ലാം ചേർത്ത് വെച്ചാൽ പറയുന്നത് നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിൻ്റെ ഹൃദയവും ഇരിക്കുമെന്ന്. നിങ്ങൾ ഉയരത്തിലെ ചിന്തയുള്ളവരാണെങ്കിൽ, ഉയരത്തിൽ നിക്ഷേപിച്ചു കൊള്ളാനല്ലേ പറഞ്ഞത്? അങ്ങനെയല്ലേ? അതെ. പുഴു തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ അഥവാ ഉയരത്തിൽ നിക്ഷേപം നിക്ഷേപിച്ചു കൊള്ളുവിൻ. അല്ലാതെ കണ്ട മണി ചെയിനിലും അവിടെ എവിടെയൊന്നും കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ട് ഒരു കാര്യമില്ല പെന്തിക്കോസുകാരാ. അവിടെയാണ് നിക്ഷേപിക്കേണ്ടത്. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ? അതിനാ മലയാളത്തിൽ വായിച്ച് കേൾപ്പിച്ചത്. ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. അപ്പോൾ പാസ്റ്റർ അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കും. അത് ഒരു ദൈവവൈതൽ മനസ്സിലാക്കേണ്ട പ്രാഥമികമായ കാര്യമാണ്. ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അപ്പോൾ ചെരുപ്പിൻ്റെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ പാസ്റ്റർ എന്തിനാ ചെരുപ്പിടുന്നത്? അതൊരു ചോദ്യമാണ് കേട്ടോ. പാസ്റ്റർ എന്തിനാ കണ്ണാടി വെച്ചിരിക്കുന്നത്? ഉണ്മാനും ഉടുക്കാനും കണ്ണാടി വെക്കാനും. കണ്ണാടി ഊരി മാറ്റി ഒന്നും കാണില്ല. അപ്പോൾ ഇത് വെക്കണം. കണ്ണാടി ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ണാടി കച്ചവടക്കാരിപ്പുണ്ട്. അവന്മാരെല്ലാം കല്ലെടുത്തെറിയും നമ്മളെ. അതൊന്നും അല്ല സഹോദരങ്ങളെ. നിങ്ങൾ ചുമ്മാ എഴുതാപ്പുറം ഒന്നും വായിക്കല്ലേ. ഒരാശയമാണ് ആ തരുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ എങ്ങനെ വർദ്ധിക്കണം. ക്ഷണികന്മാരെന്നുള്ളതാണ് ഈ പറയുന്നത്. 1.5 മണിക്കൂറോ 2 മണിക്കൂറോ എങ്ങാണ്ട് ആകെയുള്ളൂ ഈ ഭൂമിയിൽ. അല്ലല്ലോ 2.25 മണിക്കൂറാന്ന് തോന്നുന്നു. കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഒരു ദൈവത്തെ സംബന്ധിച്ച് ഒരു ദിവസം 1000 ദിവസം പോലെയും, 1000 ദിവസം എന്ന് വെച്ചാൽ ഒരു ദിവസം പോലെ എന്നാണ് പറയുന്നത്. 1000 ദിവസം എന്ന് പറയുന്നത് ഒരു ദിവസം പോലെ. അപ്പോൾ 1000 ഡിവൈഡ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരിക. ഈ ഭൂമിയിൽ 70 വർഷം, അല്ല ഏറിയാൽ 80 വർഷം, 70 ഏറിയാൽ 80, അത്രയും ജീവിക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. 1.25 2.25 എത്രയോ ഞാൻ മറന്നുപോയി. അത്രയും മണിക്കൂറുകളെ ഇവിടെയുള്ളൂ. അതിൽ തന്നെ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, വിലപ്പെട്ട സമയം കഴിഞ്ഞു പോയി. ഇനി ഏതാണ്ട് കുറച്ച് സമയമേ ഉള്ളൂ, വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അത് മണിക്കൂർ പോലുമില്ല, അരമണിക്കൂറുണ്ടോയെന്ന് കണ്ടറിയണം. അങ്ങനെ ഒരു നിസ്സാര സമയമുള്ളൂ. വെപ്രാളപ്പെടേണ്ട ഒരു കാര്യമില്ല. ആ സമയം, അതിന് കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ പറഞ്ഞത് ഓർമ്മയിൽ വെക്കണം കേട്ടോ. ഈ ആടിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത ആൾക്കാരെയൊക്കെ സമൃദ്ധമായി തീറ്റിപ്പോറ്റി കൊണ്ടുപോയെങ്കിൽ സ്വർഗത്തിലെ ദൈവം എന്നെ വീണ്ടെടുത്തിട്ട് ഈ ഭൂമിയിൽ സമൃദ്ധമായിട്ട് കൊണ്ടുപോകില്ലേ? 37 സങ്കീർത്തനത്തിലാണെന്ന് എൻ്റെ ഒരു ചിന്ത. നീതിമാൻ്റെ സന്തതി അപ്പോൾ ഇറക്കുന്നത് കണ്ടിട്ടില്ലെന്ന് എഴുതി വച്ചിരിക്കുന്നത്. ഈ ഭൂമിയിലുള്ള മറ്റു മനുഷ്യരെ പോലെയല്ല നമുക്ക് ചില പ്രിവിലേജുകളുണ്ട്. അതൊക്കെ തിരിച്ചറിയണം. നാം ആരെന്നൊക്കെ തിരിച്ചറിയണം. ആ തലക്കനം വേറെ തലക്കനമല്ല, ആ തലയെടുപ്പോടുകൂടി തന്നെയായിരിക്കണം നമ്മൾ മുൻപോട്ട് പോകേണ്ടത്. ഓക്കെ, ഇവിടെ വായിച്ചത് നിക്ഷേപ ഉയരത്തിലായിരിക്കണം എന്ന് വെച്ചാൽ ആത്മീയ വിഷയത്തിലാണ് നിക്ഷേപിക്കേണ്ടത്. ആത്മീയ കാര്യത്തിനാണ് പ്രാധാന്യം. മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ കുട്ടികളുടെ കരിയർ ഡെവലപ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ, പിന്നെ കരിയർ ഞാൻ പണ്ടൊരു പ്രസംഗിച്ച് കിടപ്പുണ്ട് ഇവിടെ. എംടെക്കുകാരെ കുറിച്ച് ഞാനിവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. പഴയൊരു പ്രസംഗം താഴെ കിടപ്പുണ്ട് എംടെക്കുകാരെ കുറിച്ച്. എംടെക്കോ അതിന് മുകളിലുള്ള ഏത് ടെക്ക് എടുത്തെന്ന് പറഞ്ഞാലും ദൈവവിഷയത്തിൽ ABCD അറിയാൻ മേലെങ്കിൽ അത് പറയുമ്പോൾ ഈ കല്യാണ സംബന്ധമായൊരു കാര്യം പറയാവുന്നതാണ് ശരിക്കും. ഇപ്പം നമ്മുടെ വിലപ്പെട്ട സമയം പോവും. എങ്കിലും ഒരു വാക്ക് പറയാം. അതായത് ഈ 25, 26, 27, 28, 30, ഒരു 25-നും 30-നും ഇടയ്ക്ക് പ്രായമുള്ള നമ്മുടെ ആൺപിള്ളേരെയും ഏതാണ്ട് അതിൻ്റെയൊക്കെ പരിസരത്തൊക്കെ നിൽക്കുന്ന ഒരു 20-നും 30-നും താഴെയുള്ള പെൺകുട്ടികളെയൊക്കെ നമ്മൾ വിവാഹത്തിലേക്ക് പറഞ്ഞയക്കും. ഇപ്പോൾ ഈ വാക്യം വായിച്ചുകൊണ്ടാണ് കേട്ടോ ഞാനത് പറയുന്നത്. വിവാഹത്തിലേക്ക് പറഞ്ഞയക്കും. അതിൽ രസകരമായ കാര്യം എന്നറിയാമോ? ഈ ചെറുക്കൻ UK-ലാണ്, അല്ലേ വേണ്ട കാനഡയിലായിക്കോട്ടെ. ഈ ചെക്കൻ കാനഡയിലാണ്, പെങ്കൊച്ചോ അതിന് ഏതോ ഒരു പരിസരത്താണ്. കല്യാണം കഴിഞ്ഞ് 2 പേരും കൂടെ അങ്ങോട്ട് പോവുക. തരക്കേടില്ല. അങ്ങനെ അവിടെ ചെന്നിട്ട് വീടൊക്കെ എടുത്ത് താമസം ആരംഭിക്കുകയാണ്. എന്തായാലും സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസമോ 2-ാം ദിവസമോ അങ്ങനെ ഒരു പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ച് ചാപ്പാടൊക്കെ അടിച്ച് കിടന്നുറങ്ങണം. അപ്പോൾ വൈകിട്ട് ഒരു പായൊക്കെ ഇട്ടിട്ടോ ഏതെങ്കിലും വിധത്തിൽ പ്രാർത്ഥിക്കാനിരിക്കുക. ഈ നമ്മുടെ പയ്യന് വേണ്ട വിധത്തിലൊരു പാട്ട് പോലും അറിയില്ല. അവനാണല്ലോ ഗ്രഹനാഥൻ. അവനെ അതൊന്നും പഠിപ്പിച്ചിട്ടില്ല. കരിയർ ഡെവലപ്മെൻറ്റ്സിന് വലിയ പ്രാധാന്യം കൊടുത്ത്, എംടെക്കിനും അതിന് മുകളിലുള്ള ടെക്കുകൾക്കെല്ലാം പ്രാധാന്യം കൊടുത്ത്, അവന് പ്രാർത്ഥനയ്ക്കൊന്നും ഇപ്പോൾ വിളിക്കരുത്, അവൻ പഠിച്ചുകൊണ്ടിരിക്കുക, എക്സാമിൻ്റെ സമയമാണ്. അങ്ങനെ ഒരു കാര്യത്തിനും വിളിക്കുകയോ ചർച്ചിലെ കാര്യങ്ങൾക്കോ ആക്ടിവിറ്റീസിലോ ഒന്നും കാര്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ വിചാരം ഇങ്ങനെ തന്നെ പൊയ്ക്കോളൂന്നാ.
പക്ഷെ കൊച്ചന് പ്രായമായി, 10-27 വയസ്സായി, കല്യാണം കഴിഞ്ഞു. പെങ്കൊച്ചിനും 10-22 വയസ്സായി. അതായത് അവൻ കെട്ടിയ പെങ്കൊച്ചിൻ്റെ കാര്യമാണ്. ഇവർ രണ്ടുപേരും കൂടെ വേറൊരു രാജ്യത്ത്, അപ്പനുമില്ല, അമ്മയില്ല, പാത്രവുമില്ല, വിശ്വാസികളുമില്ല, ആരുമില്ല, ചുറ്റും സായിപ്പന്മാരാ മൊത്തം. അങ്ങനെ അങ്ങ് ചിന്തിച്ചോ. അപ്പോൾ അങ്ങനെ സന്ധിക്ക് ഇവരെന്നാൽ ഒരു വാക്ക് പ്രാർത്ഥിച്ച് കിടക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെ ഇരുന്ന് രണ്ടുപേർക്കും വേണ്ട വിധത്തിൽ, ഈ പെങ്കൊച്ചിന് മുക്കി മൂളിയൊക്കെ പാട്ടൊക്കെ പാടാൻ അറിയാം. അത് ഒപ്പിച്ച് ഒരു പാട്ടൊക്കെ പാടി, 2 പാട്ടൊക്കെ പാടി. അത് കഴിഞ്ഞിട്ട് കുടുംബനാഥൻ പ്രാർത്ഥിക്കണമല്ലോ, പ്രാർത്ഥിക്കാൻ അറിയാൻ മേല. പുതിയ കുടുംബജീവിതം തുടങ്ങിയതാ. അപ്പം നാട്ടിൽ നിന്ന് മറ്റേ വലിയ പാത്രം പ്രാർത്ഥിച്ച് ആശീർവദിച്ചതാ. ആത്മീയമായി, ഭൗതികമായി എല്ലാ നിലയിൽ നിന്നൊക്കെ പറഞ്ഞാൽ വിട്ടത്. പക്ഷേ ഞാൻ യാഥാർത്ഥ്യമാണ് പറയുന്നത്. നെറ്റ് ചൊളിക്കരുത്. നെറ്റ് ചൊളിച്ചിട്ട് കാര്യമില്ല. എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞത്. ഞാൻ വലിയ പങ്കെന്ന് വേണേൽ പറയാം, ഭൂരിപക്ഷം എന്നൊന്നും പറയുന്നില്ല. വലിയ പങ്കിൻ്റെ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ പിന്നീട് തിരുത്തിക്കോ, ഞാൻ തിരുത്തിയേക്കാം. എൻ്റെ ബോധ്യമായി പറയുന്നത്. ഒരു 20-25 വയസ്സായ ചെറുപ്പക്കാർ പിള്ളേരെയൊക്കെ നമ്മൾ വിളിച്ചിട്ട് മോനെ ഒന്ന് പ്രാർത്ഥിച്ചേടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന പിള്ളേരുണ്ട്, ഇല്ലെന്നല്ല. പലരും ആ കാര്യത്തിലൊക്കെ ഇത് തനിച്ചു കൊണ്ടുപോകണ്ടേ. വീട്ടിൽ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നു, ഇവരതിൻ്റെ ഭാഗമായിട്ട് എന്തോ 2 വാക്ക് പറഞ്ഞങ്ങ് ഒപ്പിച്ച് പരിപാടി അവസാനിപ്പിക്കും. ഇത് അതുപോലെയല്ല. ഇവിടെ അപ്പനുമില്ല, അമ്മയില്ല, ആരുമില്ല. തനിച്ച് ഈ കുടുംബം മുന്നോട്ട് നയിക്കണം, ആത്മീയമായി നയിക്കണം. അതിന് രണ്ടുപേരും ആ ഒരു നിലയിലല്ല കാര്യങ്ങളെ പഠിച്ചതും ഗ്രഹിച്ചതും ഊന്നൽ കൊടുത്തതും. അവർ ഊന്നൽ കൊടുത്തത് എന്തിനാ? അവർ ഊന്നൽ കൊടുത്തത് ഈ ലോക ജീവിതത്തിൻ്റെ കാര്യങ്ങൾക്കാണ്. ഇപ്പം നമ്മുടെ ഉപദേശി പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അദ്ദേഹം പറയുന്ന ഗൗരവമാണ്. നമ്മുടെ മുൻഗണന സ്വർഗത്തിനായിരിക്കണം, യേശുവിനായിരിക്കണം, നിത്യജീവനായിരിക്കണം. അത്രയും പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് അപകടകരമായ കാര്യമാണ്. എന്നാൽ ഇവിടെ ജീവിക്കുമ്പോൾ നീ ചോർന്നൊലിക്കുന്ന വീട്ടിലും കീറിയ തുണിയുമായിട്ട് എല്ലാ കാലവും കിടക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? അതായത് ഇപ്പം ഞാൻ പറഞ്ഞ വാക്കുകൾ എങ്ങനെയാണ്? നമ്മുടെ മുൻഗണന സ്വർഗമായിരിക്കണം, യേശുവിനായിരിക്കണം, നിത്യജീവനായിരിക്കണം. അത് തന്നെയാണ് കൊലോസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഉയരത്തിലുള്ള തന്നെ ചിന്തിച്ചു കൊള്ളുവിൻ, ഭൂമിയിലുള്ളത് ചിന്തിക്കേണ്ട. പിന്നെ ഭൂമിയിലുള്ളതല്ലേ ഈ ചോർന്നൊലിക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ. നീ അത് ചിന്തിച്ച് തല പുണ്ണാക്കണ്ട. നീ ഉയരത്തിലെ കാര്യങ്ങൾ ചിന്തിക്കേ. ബാക്കി പറഞ്ഞു തരാം, നീ തിരക്കൂട്ടല്ലേ. അത് പ്രായോഗികമായ പരിജ്ഞാനത്തിൻ്റെ ചില മേഖലകളുണ്ട്, അത് പറഞ്ഞുതരാം. ആത്മീയമായിട്ട് ഇങ്ങനെ ചിന്തിക്ക്, ഇതിന് ഊന്നൽ കൊടുക്ക്. ഉയരത്തിലെ കാര്യം പറഞ്ഞാൽ പിന്നെ വേറെ കാര്യം പറയണ്ട. അത് നമുക്ക് അല്ലാത്ത രീതിയിൽ പറയാം. ഇത് രണ്ടും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ബാലൻസ് ചെയ്തു പോകുന്നത്? ഇങ്ങനെ പറഞ്ഞാണ് ഈ ആത്മീയത്തിൽ ആരോഗ്യമില്ലാത്ത ഒരു തലമുറയെ നമ്മൾ വാർത്തെടുത്തത്. ചില പിള്ളേർ ഭയങ്കര വർഷിപ്പുകാരൊക്കെയാണ് കേട്ടോ. അവർ അഭിഷേകത്തിൽ ഇങ്ങനെ കത്തിജ്വലിക്കുക. പക്ഷെ അവന് വചനത്തിൻ്റെ ABCD അറിയില്ലെന്നുള്ളത് വേറൊരു കാര്യം. അഭിഷേകം ഭയങ്കരമായിട്ട് ഇളകി മറിയുന്നുണ്ട്. അപ്പം മറുഭാഷയൊക്കെ ഒത്തിരി പറയും. പക്ഷേ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകളോ കാര്യങ്ങളോ കാര്യഗൗരവങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ് അവിടെ വാസ്തവം. അപ്പം ഞാൻ ദൈവവിഷയത്തിൽ സമ്പന്നനാകണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇത്രയും പറഞ്ഞത്. ഇനി നേരെ എബ്രായ ലേഖനത്തിലേക്ക് 10-ാം അധ്യായത്തിലേക്ക് ഒറ്റ ഓട്ടം. എബ്രായ ലേഖനം 10-ാം അധ്യായം. അതിൽ ഒരു വാക്യം വായിച്ചേക്കാം. ഇപ്പോൾ വായിച്ച വാക്യം ഏതാ? മത്തായിയുടെ സുവിശേഷത്തിൽ. അവിടെ നമ്മൾ കണ്ട കാര്യം എന്താ? നിക്ഷേപം ഉയരത്തിലായിരിക്കണമെന്ന്. അപ്പം ഈ ധനസമൃദ്ധിയെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ വിശേഷാൽ അതിൻ്റെ 34-ാമത്തെ വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ആ വാക്യം തുടങ്ങുന്നത് ഒരു തർജ്ജമ പെശകോടുകൂടിയാണ്. അതിൻ്റെ കറക്റ്റ് തർജ്ജമ ഞാൻ എവിടെയോ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അത് ഞാൻ പിന്നീട് പറഞ്ഞു കേൾപ്പിക്കാം. എന്നാൽ അതിൻ്റെ പാതി മുതൽ വായിക്കാം. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചുവല്ലോ. അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് എബ്രായ ക്രിസ്ത്യാനികളോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ. അതിനു മുമ്പ് 32-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് തർജ്ജമയിൽ പെശകൊണ്ട് അത് പിന്നീട് ഞാൻ ക്ലിയർ ചെയ്യാം. എനിവേ, ഈ വിശ്വാസ മാർഗത്തിലേക്ക് വന്നതിന് ശേഷം, അതായത് ഒരിക്കൽ പ്രകാശനം ലഭിച്ചതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ദകളും പിന്നെ പരിഹാസ വിഷയങ്ങളൊക്കെ ആയ കൂത്തുകാഴ്ചയൊക്കെ ആയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തടവുകാരോട് കൂടെയൊക്കെ ആയിത്തീർന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ.
ഒന്നാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, അവർ സമ്പത്തുകളുടെ അപഹാരം, അതിൻ്റെ നഷ്ടം സന്തോഷത്തോടെ സഹിച്ചു. അവർ ക്രിസ്തുവിനെ കൈക്കൊണ്ട നിമിത്തം ഈ പറയപ്പെടുന്ന സമൃദ്ധിയിലേക്കൊന്നും അല്ല വന്നത്. അവർക്ക് കിട്ടിയത് റോമൻ വാളാണ്, റോമൻ ചമ്മട്ടികളാണ്. അവരുടെ സൊസൈറ്റി ഏതാ? ജൂയിഷ് കമ്മ്യൂണിറ്റിയാണ് അവരുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആദ്യകാലത്ത് ഇറങ്ങി വന്ന ആളുകൾ അങ്ങനെയാണല്ലോ. എബ്രായ ക്രിസ്ത്യാനികളിൽ ഏറി പങ്കു അങ്ങനത്തെ ആൾക്കാരാണല്ലോ. അപ്പോൾ അവരുടെ സൊസൈറ്റിയിൽ നിന്ന് നിന്ദകൾ അനുഭവിച്ചിട്ടുണ്ട്, വളരെ കഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളിലൂടെ അവർ കടന്നുപോയത്. ചിലരൊക്കെ തടവിലായിട്ടുണ്ട്, ചിലർ ഗുഹകളിലും മലകളിലും അവിടെ ഇവിടെയൊക്കെ ഉഴന്നു വലഞ്ഞ മനുഷ്യരുണ്ട്. അവരോടൊക്കെ പോയിട്ട് ഈ പ്രോസ്പെരിറ്റി വേണ്ടേ ബ്രദറെ എന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ആ ആളുകളോട് അന്ന് പോയിട്ട് നമ്മൾ പ്രോസ്പെരിറ്റി വേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ, ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസികളായ ചൈനീസ് സഹോദരങ്ങൾ, നമ്മുടെ സഹോദരങ്ങളാണ് ചൈനയിലുള്ള വിശുദ്ധന്മാർ, അവർ കാട്ടിലും മേട്ടിലും ഒക്കെയാണ് അവരുടെ ജീവിതവും വാസമൊക്കെ ക്രിസ്ത്യാനി ആയത് നിമിത്തം. പലരും, ചിലരൊക്കെ അത് ഏതെങ്കിലും വിധത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ രഹസ്യ ക്രിസ്ത്യാനികളായിട്ടാണ് പലരും കഴിഞ്ഞുകൂടി പോകുന്നത്. അപ്പം അവരുടെ ജീവിതത്തിൽ ചെന്നിട്ട് അവരോട് പറയാണ്, കുറച്ച് സമൃദ്ധിയൊക്കെ വേണ്ടേ, ചോർന്നൊലിക്കുന്ന അവസ്ഥയൊക്കെ ഒന്ന് മാറണ്ടേ ബ്രദറെ എന്ന് ചോദിച്ചാൽ, അവർക്കിപ്പോൾ വേണ്ടത് ചോർന്നൊലിക്കുന്നതോ അങ്ങനത്തെ കാര്യങ്ങളല്ലോ ആണോ? അവർക്ക് വേണ്ടത് സ്വസ്ഥമായി ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നൊരു സാഹചര്യമാണല്ലോ. അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന, മലയാളികൾ ചിന്തിക്കുന്ന ഈ ഭൗതികവുമായി ഈ ലോക കാര്യങ്ങളുമായി കൂട്ടിക്കുഴയ്ക്കുന്ന കാര്യങ്ങളല്ല ചൈനയിലെ ദൈവജനം ചിന്തിക്കുന്നത്. അവർ കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുകയാണ്. ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണുകയാണ്. ഈ കാണുന്ന ഈ ഒളിസങ്കേതങ്ങൾ, ഈ കാട്ടിലും മേട്ടിലുമുള്ള വാസങ്ങൾ, ഈ കഷ്ടങ്ങൾ, ദുരിതങ്ങൾ, ഈ ദുർഘടങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. പൗലോസ്ലീഹ മുന്നമേ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, പിന്നെ തേജസ്സിൻ്റെ നിത്യഘനം നമ്മെ ഉടുപ്പിക്കും, ജീവൻ്റെ സമൃദ്ധിയിലേക്ക് കടക്കുക, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ അവർ സന്തോഷിച്ചിരിക്കുമ്പോൾ മലയാളക്കരയിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രസംഗം അവിടെ ചെന്നാൽ എനിക്ക് തോന്നുന്നത് അവർ ഉള്ള കല്ലൊക്കെ എടുത്ത് എറിഞ്ഞു വിടുമെന്ന് എനിക്ക് തോന്നണേ, ഓടറാന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നത്. കോട്ടയത്ത് നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള പ്രസംഗകരുണ്ടല്ലോ, അവന്മാരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചൈനീസ് ഗവൺമെൻറ്റിനോട് ചിലപ്പോൾ വിളിച്ചു പറയായിരിക്കും, ഇവന്മാരെ ഒന്ന് നാട് കടന്ന് ഞങ്ങളുടെ സ്വസ്ഥത കളയാൻ വന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് നെഞ്ചൊന്നും വേദനിക്കരുത്, അല്ലല്ലോ. ഇതൊക്കെ കേട്ട് നെഞ്ച് തിരുമ്മിക്കൊണ്ട് ആരും പോകരുത്, സന്തോഷത്തോടെ പോകണം. നിങ്ങൾക്കുള്ള ഒരു സാധനം പോലും എനിക്ക് വേണ്ട, അത് വേറെ ആർക്കും കൊടുക്കുകയും വേണ്ട, ഇനി അതോർത്ത് ഭാരപ്പെടുകയൊന്നും വേണ്ട. അതിനെല്ലാം നമുക്ക് മറുപടികളുണ്ട്. നമുക്ക് അടുത്ത ദിവസം അതിലേക്ക് കടക്കാം. അതിൻ്റെ പ്രായോഗിക തലങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനെ കുറച്ചും കൂടെ കാര്യങ്ങൾ നാം നിൽക്കുന്ന ഈ സത്യകൃപ എന്നുള്ളത് വിശദീകരിക്കാം. അത് വിശദീകരിക്കുമ്പോൾ കുറച്ചും കൂടെ ഗൗരവമായിട്ട് ആ കാര്യങ്ങളെ പറഞ്ഞു കൊണ്ടുവരാം. ഞാൻ 1-2 വാക്യം കൂടെ ഒന്ന് വായിച്ചോട്ടെ. ഞാൻ ഈ എബ്രായ ലേഖനത്തിലെ വാക്യം വായിച്ചത് ആ വിശുദ്ധന്മാരുടെ സ്റ്റാൻഡേർഡ് കാണിക്കാനാണ്. അവർ സമ്പത്തുകളുടെ അപഹാരമൊക്കെ സഹിച്ചെന്നല്ല വായിക്കുന്നത്, സന്തോഷത്തോടെ സഹിച്ചെന്നാണ് വായിക്കുന്നത്. അങ്ങനെയല്ലേ? സന്തോഷത്തോടെ സഹിച്ചെന്ന്. നമ്മൾ 2 കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ പിന്നെ മക്കതോനിയ സഭകളെക്കുറിച്ച് പറയുമ്പോൾ, അവരുടെ ആ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ നടുവിലും അവർ സന്തോഷ സമൃദ്ധിയിലാണെന്നാണ് വായിക്കുന്നത്. സന്തോഷ സമൃദ്ധിയിലാണെന്ന്. വിശുദ്ധന്മാരെ സംബന്ധിച്ച് ഈ ഭൂമിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യമല്ല അവരുടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിദാനം എന്ന് പറയുന്നത്. സങ്കീർത്തനങ്ങൾ 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചേ. സങ്കീർത്തനങ്ങൾ 4:7. സങ്കീർത്തനങ്ങൾ 4:7. അത് കഴിഞ്ഞ് നമുക്ക് ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിലും കൂടെ പോയി ഒരു വാക്യം വായിച്ചങ്ങ് നിർത്താം. എന്നിട്ട് കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് സഹോദരങ്ങളെ, ഇനിയും പോകണം. ഇതിവിടെ പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ കോർ മേഖലയിലേക്ക് ഇപ്പോഴും വന്നിട്ടില്ല. അതിൻ്റെ കോർ മേഖലകളിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്. യെസ്. ധാന്യം വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. അവർക്കെന്ന് പറഞ്ഞാൽ എവർക്കായിരിക്കും? ആരെയോ കുറിച്ചാണ് പറയുന്നത്, ചുറ്റുപാടുമുള്ള ആളുകളെ കുറിച്ച്, അല്ലെങ്കിൽ ഈ കാര്യത്തിനൊന്നും ഗൗരവം കൊടുക്കാത്ത അവരെയൊക്കെ ഈ കൂട്ടത്തിൽ കൂട്ടാം. അവർക്കെന്നുള്ളതിൽ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നിങ്ങൾക്ക് എത്ര ഭൗതിക സമൃദ്ധി ഉണ്ടെന്ന് പറഞ്ഞാലും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റിയില്ലേ? പോയില്ലേ? നീയല്ലോ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഒരു പുതുനിയമ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ സമാധാനത്തോടെ കിടന്നുറങ്ങുകയും നിർഭയം വസിക്കുകയും ചെയ്യണം.
അതിന് നമ്മൾ പറഞ്ഞ പോലെ അവൻ അംഗക്കളരിയിലാണ്, അവൻ ഓട്ടക്കളത്തിലാണ്. അംഗം പൊരുന്നവർ വർജനം ആചരിക്കണമെന്നുണ്ട്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ, നമുക്കറിയാം ഓട്ടക്കളത്തിൽ ഓടുന്നവർ വീട്ടിലുള്ള സകല ആട്ടുകല്ലും അരകല്ലും അമ്മിക്കല്ലും എല്ലാമായിട്ട് എല്ലാവരും ഓടുന്നത്. അവരുടെ ഡ്രസ്സ് പോലും ഡിസൈൻഡ് ഡ്രസ്സാണ്. എന്ന് വെച്ചാൽ അത് അവർക്ക് അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെന്ന് പോലും അവർക്ക് തോന്നില്ല, അത്ര ഭാരക്കുറവായിരിക്കും. അതൊന്നും അവരെ ബാധിക്കരുത്, ആ രീതിയിലാണ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഏറ്റവും ഭാരം കുറച്ചാണ് ഈ ഓട്ടക്കളത്തിൽ ഓടുന്നവർ ഓടുന്നത്. നമ്മൾ പറയുകയാണ് ഭാരം കൂട്ടാം, നമുക്ക് ഭാരം കൂട്ടാം. അയ്യോ, നമ്മുടെ മുട്ടൻകീറിച്ചൻ പാടിയ പാട്ട്, നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിയിടാം വല്ലഭൻ്റെ നല്ല പാത, ഭാരം പാപമൊക്കെ തള്ളി നീക്കി നേരെ മുന്നോട്ട് ഓടി ഓട്ടം ഓടിയിടാമെന്ന്. നേരെ മുന്നോട്ടാണ് ഓടേണ്ടത്, അതിന് ഭാരങ്ങളൊന്നും പിടിച്ചുകൊണ്ടിരിക്കരുത്. എബ്രായ ലേഖനത്തിലെ വാക്യത്തെ വെച്ചിട്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷെ നാഗൽ സാഹിബ് പറഞ്ഞത് കുറച്ചും കൂടെ ഗൗരവത്തിലാകട്ടോ. നാഗൽ സാഹിബ് എഴുതിയ പാട്ട് ഞാനിപ്പോൾ പറയില്ല, പറയുപോലും ചെയ്യില്ല, എല്ലാം പേടിച്ചു പോകും, രാത്രിയാണ്. അപ്പോൾ നാഗൽ സാഹിബ് പറയുന്നത് ഭക്തനായിരുന്നു, പിന്നെ ഭക്തനായിരുന്നു. കുന്നംകുളത്തെ മാത്രമല്ല മലയാളക്കരയെ മുഴുവൻ ചലിപ്പിച്ച മനുഷ്യനാണ് നാഗൽ സാഹിബ്. വി നാഗൽ അദ്ദേഹം പറയാണ്, ഭാരങ്ങൾ കൂടുന്നതിനൊന്നും വേണ്ട യാത്രയിൽ നിന്ന്. യാത്രക്കാരൻ നിങ്ങളൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ? യാത്ര ചെയ്യുന്ന സമയത്ത് വീട്ടിലുള്ള എല്ലാ സാധനമായിട്ടാണോ യാത്ര പോകുന്നത്? അപ്പം നമ്മൾ സ്വഭവനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. നമ്മൾ വഴിപോക്കരായിട്ട്, വഴിയാത്രക്കാരായിട്ട്, പ്രവാസികളായിട്ട് ഇപ്പോൾ ആയിരിക്കുകയാണ്. കേവലം പ്രവാസികളായിട്ട് വേറെ ഏതോ ഒരു നാട്ടിൽ. അങ്ങനെ നാം നമ്മുടെ വീടിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതോ കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ നാം നമ്മുടെ ഭവനത്തിൽ എത്തിച്ചേരും. അന്നേരം നാഗൽ സാഹിബ് നമ്മൾ ബലപ്പെടുത്തുന്നത് എന്നോർത്തിട്ട് ഇനി ആരും ഈ പാട്ടൊക്കെ കയറി പെട്ടെന്ന് പാടിയേക്കരുത്. കെട്ടിയോൻ ആ പാട്ട് പാടിയാൽ കെട്ടിയോക്ക് ഇഷ്ടമാവണമെന്നില്ല, കെട്ടിയോൾ ആ പാട്ട് പാടിയാൽ കെട്ടിയോക്ക് ഇഷ്ടമാണല്ലോ, കെട്ടിയോൾ ആ പാട്ട് പാടിയാൽ കെട്ടിയോന് ഇഷ്ടമാവണമെന്നില്ല. അങ്ങനെയൊക്കെയുള്ള കുഴപ്പമുണ്ട്. മക്കൾ പാടിയ അമ്മയപ്പന്മാർക്ക് ഇഷ്ടം വരണമെന്നില്ല. വീട്ടിൽ അച്ചായൻ 90 വയസ്സായിട്ട് ഇരിക്കുകയായിരിക്കും, അന്നേരം ഈ പാട്ടൊക്കെ പാടിയാൽ വേണ്ടെന്നേ, ആ പാട്ട് പാടണമെന്നില്ല. നമ്മുടെ പെന്തിക്കോസ് അത്രയൊക്കെ ഉള്ളൂ. അതൊക്കെ പാടിക്കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണമായി പോകുന്ന പെന്തിക്കോസാ, അത്രയൊക്കെ ഉള്ളൂ. വേണ്ട, പാടി സജി പാസ്റ്റർ പ്രസംഗിച്ച് കേട്ടിട്ട് പാടിയതാണെന്ന് പറഞ്ഞ് കുഴപ്പങ്ങളുണ്ടാക്കരുത്. ആ പാട്ടൊന്നും പാടണ്ട. അപ്പം ഞാനതിലൊരു ലൈൻ ഒന്ന് പറഞ്ഞു കേൾപ്പിച്ചെന്നുള്ളൂ. ഭാരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട യാത്രയിലെന്ന്. ഒന്നും വേണ്ട ഭാരങ്ങൾ ഒന്നും വേണ്ട അല്പമാപ്പം വിശപ്പിനു സ്വൽപ്പവെള്ളം ദാഹിക്കും. അല്പമാപ്പം വിശപ്പിനു സ്വൽപ്പവെള്ളം ദാഹിക്കും. അല്പ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. അല്പ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്ക് സ്തോത്രം. നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്ക് സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. ഇപ്പം ഭാരം കൂട്ടാനല്ല നോക്കേണ്ടത്, ഭാരമൊക്കെ കുറയ്ക്കാൻ നോക്ക്. ഭാരം കുറയ്ക്കാൻ വലിയ ഭാരമുള്ള ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ഇടയിൽ, വലിയ ഭാരമുള്ളവർ. അവരോട് ചോദിക്കണം, എൻ്റെ പൊന്നെ ശ്വാസം വിടാൻ പറ്റില്ല. അതേസമയം നമ്മുടെ ആൾക്കാരൊക്കെ ഓടുന്ന ഓട്ടം കാണണം, ഭയങ്കര സ്പീഡിൽ ഓടും. ഭാരം കൂടിക്കഴിഞ്ഞാൽ ഓടാൻ പറ്റുമോ? അങ്ങനെ ഓടാൻ പറ്റില്ല. ഭാരം കൂടിക്കഴിഞ്ഞാൽ ഓട്ടത്തിന് തടസ്സങ്ങളുണ്ടാവും. ഈ ലോകത്തിലെ ചപ്പും ചവറെല്ലാം ഭാണ്ഡക്കെട്ടി വാരിയിട്ടിട്ട് ഞങ്ങൾ മറ്റേ പിറവത്ത് പാത്രം പറഞ്ഞ് കേട്ടിട്ടാ ഞങ്ങൾ അങ്ങനെ എല്ലാം പിടിച്ചു വാങ്ങിച്ചതാ. എല്ലാം സമൃദ്ധി വേണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ വേണമെന്ന് പറഞ്ഞു. ആര് ചേർന്ന് ആമേൻ പറയുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ചേർന്ന് ആമേൻ പറഞ്ഞു. അടുത്തിരിക്കുന്നയാളുടെ തോളത്ത് തട്ടാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ തട്ടിപ്പോയി. മറ്റേ ഇടത്തിരിക്കുന്നയാൾക്ക് കൈ കൊടുക്കാൻ പറഞ്ഞപ്പോൾ കൈ കൊടുത്തുപോയി. അങ്ങനെ ഞങ്ങളുടെ നമ്മുടെ ബാസ്ക്കറ്റ് നിറയെ എല്ലാം വാരിയിട്ടു. ഏതാ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്ന പോലെയുള്ള സകല ചവറും വാരിയിട്ടു. ഇപ്പോൾ ഓടാൻ മേലാതെ കിതയ്ക്കുക. മക്കളൊരു വഴിക്ക്, ഭാര്യ ഒരു വഴിക്ക്, തന്ത ഒരു വഴിക്ക്, എല്ലാം ഒരു വഴിക്ക് കിതച്ച് നിൽക്കുക. കാരണം എന്നാ?
ജഡമോഹങ്ങൾ ആ ജഡമോഹങ്ങൾ നമ്മെ കൊണ്ടെത്തിച്ചത് ഓട്ടക്കളത്തിന് വെളിയിലേക്ക് ആക്കി കളഞ്ഞു. ഓട്ടക്കളത്തിൽ മുൻപോട്ടാണ് ഓടേണ്ടത്, പക്ഷെ വെളിയിലേക്ക് പോയി. പക്ഷേ ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണെന്നറിയാമോ? ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അപ്പോൾ നാം സന്തോഷത്തിൻ്റെ സമൃദ്ധിയിലേക്കും സമാധാനത്തിൻ്റെ സമൃദ്ധിയിലേക്കും വരുവാൻ വിളിക്കപ്പെട്ട ആളുകളാണ്. അടിവരയിട്ട് നോട്ട് ചെയ്ത് കൊള്ളുക. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ കൈമോശം വരുമ്പോൾ അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കുമ്പോൾ അതിന് ഞാൻ ഹബക്കൂക്കിനെ ചേർത്ത് വെച്ചങ്ങ് പറയാം. ഗോശാലയിൽ കന്നുകാലി ഇല്ലാതെയായാൽ, നിലം ആഹാരം വിളയിച്ചില്ലെങ്കിൽ, മുന്തിരിവള്ളി ഫലം തന്നില്ലെങ്കിൽ, ഒലിവ് അതിൻ്റേതായ റിസൾട്ട് തന്നില്ലെങ്കിലും, ഇതൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാം, എങ്കിലും ഞാൻ എൻ്റെ യഹോവയിൽ ആനന്ദിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. ക്രിസ്തീയ ജീവിതം ആനന്ദ ജീവിതമാണ് സഹോദരങ്ങളെ. ക്രിസ്തീയ ജീവിതം ആനന്ദ ജീവിതമാണ്. കഷ്ടങ്ങളിലും പാടുക എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആരെക്കൊണ്ടും പറ്റുമോ? കഷ്ടങ്ങളിൽ പാടുന്നവർ ദൈവമക്കളേ ഉള്ളൂ. അതുപോലെ റോമലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്ന പോലെ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നവർ ഉലകത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. ഈ മെറ്റീരിയൽ ബ്ലെസ്സിങ് ഒക്കെ കിട്ടിയിട്ട് പ്രശംസിക്കുന്നവരല്ല നമ്മൾ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഭയങ്കര എതിരാണെന്നൊന്നും ആരും വിചാരിച്ചുകൊണ്ടിന്ന് പോകണ്ട. അതിനൊക്കെ ഞാൻ മറുപടി അടുത്ത ആഴ്ച പറഞ്ഞോളാം. വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിൽ ആ കാര്യങ്ങൾ പറഞ്ഞ് കൊണ്ടുവരാം. ഇന്ന് വാക്കുകൾ ഇങ്ങനെ അങ്ങ് ചുരുക്കുകയാണ്. ചില ഗൗരവമായ വചനങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ തുറന്നു തന്നിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ചില ആക്ഷേപഹാസ്യ രീതിയിലൊക്കെ അവതരിപ്പിച്ചെങ്കിലും അതിനൊക്കെ ഗൗരവമുണ്ട്. ആ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് എഫേസ് ലേഖനത്തിലെ വാക്യം ഒരു നാളും മറക്കാൻ പാടില്ല. വിളിയുടെ ആഴം, നമ്മെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി എന്നൊക്കെയുള്ള ഗൗരവമായ കാര്യം അതിനകത്തുണ്ട്. കൂട്ടവകാശികളാണ്, സകലത്തിനും കൂട്ടവകാശികളാണ്, വാഗ്ദത്തത്തിന് പങ്കാളികളാണ്. അങ്ങനെയുള്ള വിളിയാണ് ലഭിച്ചിരിക്കുന്നത്. അതിനോട് നീതി പുലർത്തിക്കൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ഭയത്തോടും ഭക്തിയോടും നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവാൻ ഫിലിപ്പി ലേഖനത്തിൽ പറയുന്ന പോലെ അതിന് ഒരു സമർപ്പണമാണ് വേണ്ടത്. ആ ഒരു സമർപ്പണത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. താങ്ക് യു.